بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد نصركم الله ببدر وأنتم أذلة. قال الله عز وجل. ഈ പരിപാടി നിയന്ത്രിക്കുന്ന ബഹുമാന്യരായ കുഞ്ഞുട്ടിയക്ക, ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ അവലംബം തങ്ങളവറുകളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മപങ്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൽ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുകയെന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങളുടെ പൊതുശീലം. രാത്രി 12 മണിവരെ 1 മണിവരെ റമദാനിൽ അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും പണ്ടത്തെ പോലെ ഉറുതികളോ വഅദുകളോ ഉണ്ടാകാറില്ല. പാതിരാ വഅദുകൾ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന കൂട്ടത്തിൽ പെട്ടുപോകുമെന്നതുകൊണ്ട് 10 മണിക്ക് ശേഷമുള്ള 11 മണിക്ക് ശേഷമുള്ള വഅദുകളൊന്നും ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നടക്കാറില്ല. അപൂർവം ഉണ്ടെങ്കിൽ രാത്രിയിലെ പ്രസംഗം മഗ്‌രിബിന് തുടങ്ങി, അല്ലെങ്കിൽ ഇശ നിസ്കരിച്ച് 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിക്കുന്ന രീതി. പെർമിറ്റൊക്കെ ലഭിക്കുന്നതിലെ നിയമപരമായ രീതിയും അതാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് എല്ലാ വിശ്വാസികളും ഒത്തുകൂടി ദുആ ചെയ്യാനും ഉത്തരം കിട്ടുന്ന സമയത്തു തന്നെ എല്ലാവരും ചേർന്ന് ആമീൻ ചൊല്ലുന്ന മഹത്തായ പ്രാർത്ഥനക്കുമൊക്കെയായിരുന്നു വഅദിൽ പ്രാധാന്യം നൽകിയിരുന്നത്. ആ കാലങ്ങളൊന്നും ഇനി തിരിച്ചുവരും എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് മോഹിച്ചിട്ട് ഫലമില്ല. അതുകൊണ്ട് തന്നെ അക്കണക്കിന് ഈ പരിപാടിയുടെ സമയം വൈകി. എന്നാലും ഈ വിശുദ്ധ റമദാനിൽ ഒരൊറ്റ ദിവസമല്ലേ, അതും ബദറിന്റെ ദിനത്തിൽ ബദരീങ്ങളെ ഓർത്തുകൊണ്ടുള്ള പകൽ അവസാനിച്ച് രാത്രിയിൽ ആ ഓർമ്മയും സ്മരണയും നമുക്ക് ആവേശം നൽകുമാറാകട്ടെ എന്ന ചിന്തയോടുകൂടെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ടെത്തിച്ചേർന്ന എന്റെ ബഹുമാന്യരായ രക്ഷിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് എന്നെന്നും ജനങ്ങളെ വഴി നടത്തുന്നതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച സത്യാസത്യ വിവേചനത്തിന്റെ, ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും നീതിയുടെയും അനീതിയുടെയും ഇടയിൽ വിവേചിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഫുർഖാനുൽ അദീം എന്ന മഹത്തായ ഗ്രന്ഥം അവതരിച്ചത്. ആ ഗ്രന്ഥത്തിന്റെ അതേ പേരുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാളിനെ പ്രശംസിക്കുകയാണ്, ഒരു ദിവസത്തെ. നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത്. ഫുർഖാനുൽ അദീം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിവ്യ കലാമിന്റെ, അള്ളാഹു തആലാന്റെ വിശുദ്ധ കലാമിന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റാത്ത, അള്ളാഹു എന്നുണ്ടോ അള്ളാഹു തആലാന്റെ തിരുദാത്തിൽ അപ്പോഴൊക്കെയുള്ള അള്ളാഹുവിന്റെ കലാമാണ് നമുക്കിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് ലോകത്തെ വഴി നടത്തുന്നത് എന്ന് ലോകരൊക്കെ മനസ്സിലാക്കി വരികയും ലോകരെയൊക്കെ ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾ എത്ര പുതുതായി ഏതെല്ലാം തരത്തിൽ പരിഷ്കരിച്ചാലും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പരിഷ്കാരവും വിശുദ്ധ ഖുർആനിന്റെ മഹിമയും സ്ഥാനവും ലോകത്തുനിന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ആ ഗ്രന്ഥത്തിന് അള്ളാഹു നൽകിയ ഫുർഖാൻ എന്ന പേരാണ് ഒരു ദിനത്തിന്, ഒരു നാളിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. യൗമൽ ഫുർഖാൻ. അത് അള്ളാഹു വിവരിക്കുന്നു. യൗമൽ തഖൽ ജംആൻ. ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമൽ തഖൽ ജംആൻ, രണ്ടു സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ നാൾ എന്ന്. രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടിയ നാൾ എന്ന് പറയുന്നത് ലോക ജനതയിൽ നിന്നുള്ള വളരെ ചെറിയ രണ്ടു സംഘങ്ങളാണ് ആ ഏറ്റുമുട്ടുന്നത്. ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ജുമുഅത്ത് പള്ളിയുടെ മഹല്ലിലുള്ള ആളുകൾ പോലും അന്ന് ആ ഏറ്റുമുട്ടലിൽ സംബന്ധിക്കുന്ന അംഗസംഖ്യയില്ല. 1000 പേർ ഒരു പക്ഷത്തും അതിന്റെ 1/3 പോലും വരാത്ത 313 പേർ മറുപക്ഷത്തുമായി ഏറ്റുമുട്ടിയാൽ ആകെ മൊത്തം 1313 അകമല്ലേ ആളുകളുള്ളൂ. 1000-ൽ താഴെയാണ് അവിശ്വാസികളുടെ സംഖ്യ. ഈ അവിശ്വാസികൾ ഒരു ഭാഗത്തും 313 പേർ മറുഭാഗത്തും അണിനിരന്നാൽ അന്നത്തെ നിലപാടിൽ രണ്ടു സംഘം എന്ന് പറയാൻ മാത്രം വലിയ സംഘമാണോ അത്? ഇന്നവിടെ ഇരിക്കട്ടെ, അന്നത്തെ നിലപാടിൽ തന്നെയാണോ? അല്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാളിനെ വിശേഷിപ്പിക്കുന്നത് യൗമൽ തഖൽ ജംആൻ. അല്ലാഹു തആല എക്കാലത്തും എന്നും മനുഷ്യരാശിയിൽ സൃഷ്ടിച്ചിട്ടുള്ള രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ നാൾ. അല്ലാഹു തആലാന്റെ അടിയങ്ങളിൽ രണ്ടു സംഘങ്ങളേ ഉള്ളൂ. അസ്ഹാബുൽ ജന്ന വ അസ്ഹാബുൻ നാർ. ഒന്ന് സ്വർഗ്ഗക്കാർ, മറ്റൊന്ന് നരകക്കാർ. ഈ രണ്ടു സംഘത്തിൽപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടിയങ്ങളിൽ ആരുമില്ല. പരലോകത്ത് അല്ലാഹു തആല നരകം വിധിച്ചിട്ടുള്ള ഒരു പക്ഷം, പരലോകത്ത് അല്ലാഹു തആല ശാശ്വതമായി ജീവിക്കാൻ സ്വർഗം വിധിച്ചിട്ടുള്ള ഒരു പക്ഷം. അസ്ഹാബുൽ ജന്നത്തും അസ്ഹാബുൻ നാറുമല്ലാതെ മൂന്നാമത്തെ ഒരു വിഭാഗം മനുഷ്യരിലില്ല എന്നും ഇവരെ ആശയപരമായി ആദർശപരമായി സ്വന്തം അവർ ചെയ്ത സേവനങ്ങളെ മുൻനിർത്തിയിട്ട് അവരുടെ പ്രവൃത്തികളെ അധികരിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ മൂമിനീങ്ങൾ, കാഫിരീങ്ങൾ, വിശ്വാസികൾ, വിശ്വാസമില്ലാത്ത നിരാകരണക്കാർ എന്ന് പറയാം. സത്യം അംഗീകരിച്ചവർ, സത്യം അംഗീകരിക്കാത്തവർ, രണ്ടു പക്ഷം. ഈ രണ്ടു പക്ഷത്തിൽ നിന്നുള്ള വളരെ ചെറിയ ഒരു സംഘം ആളുകൾ എന്ന അംഗസംഖ്യ കൊണ്ട് ചെറിയ രണ്ടു കൂട്ടർ സത്യമായി ഒരുമിച്ചുകൂടിയതിനെ, ഏറ്റുമുട്ടിയതിനെ അല്ലാഹു തആല എന്നേക്കുമുള്ള ജനതയുടെ മുമ്പിൽ വിശേഷിപ്പിക്കുന്നത്, അല്ലാഹു തആല പഠിപ്പിക്കുന്നത് വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. നമ്മുടെ അടിയാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ഇറക്കിയിട്ടുള്ള സഹായം യൗമൽ ഫുർഖാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇടയിൽ വിവേചിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ നാളിൽ, അതേ യൗമൽ തഖൽ ജംആൻ, മനുഷ്യരാശിയിലുള്ള രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ നാളിൽ, മനുഷ്യരാശിയിലെ രണ്ടു സംഘങ്ങളുടെ ഏറ്റുമുട്ടലായി മദീനയിലുള്ള രണ്ടു സംഘം ആളുകളിൽ വളരെ ചെറിയ ഒരു സംഘം പേർ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തു തന്നെ അന്ന് ആയിരക്കണക്കിനുണ്ട്. മദീന നിവാസികൾ, മദീന നിവാസികളായ ആയിരക്കണക്കിനുള്ള ജനങ്ങളിൽ നിന്ന് അവിചാരിതമായി അല്ലാഹുവിന്റെ റസൂല് ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലേക്ക് പോകാൻ തയ്യാറായി, പ്രത്യേകം പ്രേരിപ്പിക്കാതെ ഇഷ്ടപ്രകാരം നബിയോടൊപ്പം പുറപ്പെടാൻ തയ്യാറായ ഒരു 300 ചില്ലാനം പേർ. ആ 300 ചില്ലാനം പേർ മാത്രമാണ് ഒരു ഭാഗത്ത് ജംഅ എന്ന് മുഅ്മിനീങ്ങളെ പ്രതിനിധീകരിച്ച് അല്ലാഹു വിശേഷിപ്പിക്കുന്നത്. മറുപക്ഷത്ത് അബൂജഹലിന്റെയും അബൂ സുഫിയാന്റെയും ഒക്കെ നേതൃത്വത്തിൽ വന്ന 1000-ൽ താഴെയുള്ള ഒരു സംഘത്തെ, മറുപക്ഷത്തെ ലോക ജനതയിൽ എന്നും ഭൂരിപക്ഷമായി തീരുന്ന അവിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന സംഘമായി അല്ലാഹു തആല അവതരിപ്പിക്കുന്നു. ഈ രണ്ട് സംഘത്തിന്റെയും ഏറ്റുമുട്ടലിനെ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വിവേചനമായാണ് അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കണം. അർത്ഥവത്താണ് ഈ പ്രയോഗം. അതുകൊണ്ടുതന്നെ എന്നും ഓർക്കേണ്ടതല്ലേ ഈ നാൾ. ഈ നാൾ ഫുർഖാനുൽ അലീമിന് എന്തു സ്ഥാനമാണോ ഉള്ളതെങ്കിൽ അതേപോലെ തന്നെ സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള ഒരു ദിവസമല്ലേ യൗമുൽ ഫുർഖാൻ. ഇതുകൊണ്ടാണ് മുസ്ലിം ജനസാമാന്യങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അക്കാലം തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞുപോയിട്ടുള്ള സാമാന്യ ജനങ്ങൾ ബദർ ദിനം എന്ന് പറയുന്ന ആ ദിനത്തിന്റെ ഓർമ്മ വിടാതെ, സ്മരണ വിടാതെ അത് ഓർത്തുകൊണ്ടേയിരിക്കുന്നതും അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുന്നതും ഇത് ഈ സമുദായത്തിൽ നിലനിൽക്കണം. മഹാന്മാരായ താബിഈ പ്രമുഖർ പറയുന്നു, റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ ചരിത്രം, വിശേഷിച്ച് ബദറിന്റെ ചരിത്രം,
അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിക്കുമായിരുന്നു. കുല്ലാനു അല്ലമു, ഞങ്ങളെ പഠിപ്പിക്കപ്പെടുമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പോരാട്ടങ്ങളുടെ ചരിത്രം, സൈനിക നീക്കങ്ങളുടെ ചരിത്രം, അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ, ഇസ്ലാമിന് വേണ്ടി നടത്തിയ സൈനിക നീക്കങ്ങളുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടും. കമാനു അല്ലുമു സൂറത്ത ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലുള്ള സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കപ്പെടുമായിരുന്നു ഇസ്ലാമിക പോരാട്ടങ്ങളുടെയും ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെയും ഒക്കെ ചരിത്രം എന്ന്. ഈ ചരിത്രം സമുദായത്തിൽ പാടിപ്പറഞ്ഞും എന്നും വിസ്തരിച്ചു പറഞ്ഞും ഈ സമുദായത്തിന് ആവേശമുണ്ടാക്കുകയും ഈമാനുണ്ടാക്കുകയും ധൈര്യമുണ്ടാക്കുകയും ഉന്മേഷമുണ്ടാക്കുകയും വിശ്വാസത്തിന് ആർജവമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ മുൻഗാമികൾ. ആ മുൻഗാമികളുടെ തലമുറകൾ അവസാനിച്ചു പോയപ്പോ ഇന്ന് ബദർ എന്ന് ചോദിച്ചാൽ, ബദറുമായി പമ്പതിച്ച സംഭവങ്ങൾ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറക്ക് എന്ത് കിട്ടും? പടപ്പാട്ടുകളിൽ ചിലരൊക്കെ പാടി, സാധാരണ ഇന്നത്തെ പുതിയ പാട്ടുകാരൊക്കെ പാടുന്ന ചില പാട്ടുകൾ അങ്ങനെയൊക്കെ കിട്ടും, ചില പേരുകൾ. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എന്റെ ഉമ്മപെങ്ങന്മാരിലും രക്ഷിതാക്കളിലും അപൂർവം ചിലർ എന്റെ ഉപ്പാപ്പ വല്യപ്പ പാടിയിരുന്ന ബദറിന്റെ പാട്ടുകളും അവർ വേദിച്ചിരുന്ന വിവരണങ്ങളും ഓർമ്മയുള്ളവരുണ്ടാകും. അസംഖ്യം ഒന്നുമില്ലെങ്കിലും വളരെ കുറഞ്ഞ പേർ. എനിക്കൊന്നും തന്നെ ഓർമ്മയല്ലല്ലോ. ഞാൻ 5 വയസ്സാണ് എന്റെ വല്യപ്പ മരിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് കേട്ടെങ്കിൽ തന്നെ മനസ്സിലാകുന്നതല്ല. അപ്പൊ മനസ്സിലാകണമെങ്കിൽ അന്നേത്തെ കാലത്ത് ഒരു 20, 25, 30 വയസ്സായിട്ടുള്ളവർക്കാണല്ലോ ആ ഓർമ്മയിൽ മനസ്സിലാവുക. പാട്ടിന്റെ ഈണം പിടിക്കൽ മാത്രമല്ല, കഥകളുടെ ഓർമ്മയും ആ കഥകളുടെ അവതരണവും ബദർ യുദ്ധത്തിന്റെ രംഗവുമൊക്കെ 10-15 ദിവസം പാടിക്കൊണ്ടിരുന്ന വല്യാപ്പ, ആ വല്യാപ്പയുടെ മരടിപ്പറച്ചിലുകളും സ്മരണകളുമൊക്കെ ഓർമ്മയുള്ള വളരെ കുറഞ്ഞ പേർ ഇപ്പോൾ ഉണ്ടല്ലോ. എന്റെ അമ്മക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആ പ്രായത്തിലുള്ളവർ 10-60-70 വയസ്സുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. അക്കണക്കിന് അവർ പാടിപ്പറഞ്ഞതിൽ നിന്ന് പുതുതായി ഒന്നും ഇന്നത്തെ തലമുറക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിലില്ല. അവർക്ക് കിട്ടുന്ന ഓർമ്മകൾ നമുക്ക് കിട്ടില്ല. കിതാബിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഓർമ്മയുള്ള തലമുറകളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോരോ കഥ പറയുമ്പോഴും ആ സംഭവങ്ങൾ ഓരോന്നും സദസ്സിലുള്ള ഓരോ ആളുകൾക്കും ഓർമ്മയുണ്ടാകുമായിരുന്നു. ഇത് കേട്ടിട്ട് ഇന്നിപ്പോ കഥാപ്രസംഗം എന്ന പേരിൽ ആ പാടിപ്പറയൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ആ കഥാപ്രസംഗങ്ങളും ഈ കഥകളൊന്നും പറഞ്ഞാൽ ആരും കിട്ടുമല്ലോ. ബദറിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആരും കിട്ടുമോ? വെറും തമാശകളും വെറും വിറ്റുകളും ചിരിപ്പിക്കുന്ന ഫലിതങ്ങളും പറഞ്ഞെങ്കിൽ തന്നെ കഥാപ്രസംഗം നടക്കുള്ളൂ. ആ കഥാപ്രസംഗത്തിന്റെ വിഷയങ്ങളും അങ്ങനെ ആവണം. പ്രേമ വിഷയങ്ങളോ മറ്റേതെങ്കിലും വിഷയങ്ങളോ. പണ്ടങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിലെ കഥകളൊക്കെയും ഇസ്ലാമിന്റെ സീറയാണ്, റസൂലുള്ളാഹിന്റെ സീറ. റസൂലുള്ളാഹിന്റെ സീറ എന്ന നടപടിച്ചട്ടം എന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നത് സൈനിക നീക്കങ്ങളെയാണ്. ആ നീക്കങ്ങളുടെ കഥകളും ഓർമ്മകളും ഓർമ്മയുള്ള ആളുകൾക്ക് ഓർക്കാൻ പുതുതായൊന്നും പഠിക്കാനില്ല. കാരണം ഒരിക്കൽ മാത്രമല്ലേ ബദർ സംഭവിച്ചിട്ടുള്ളൂ. ആ ഒരിക്കൽ മാത്രം നടന്ന സംഭവങ്ങൾ അന്ന് നടന്നതോടുകൂടെ തീർന്നു. ഇനി പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ കുറഞ്ഞ സംഭവങ്ങൾ എന്നും സമുദായത്തിനും സമൂഹത്തിനും വഴികാട്ടിയായി നിൽക്കുന്നു എന്നതുകൊണ്ടാണല്ലോ സമൂഹം ഇതെപ്പോഴും പഠിക്കണമെന്നും പഠിപ്പിക്കപ്പെടണമെന്നും അല്ലാഹുവിന്റെ റസൂലും സഹാബികളും തീരുമാനിച്ചത്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും വിവേചനത്തിന്റെ നാളാണ് ആ നാളെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബദർ ദിനത്തിന്റെ പേരിൽ നടക്കുന്ന ബദറിങ്ങളുടെ ചില ഓർമ്മകൾ എന്ന് നടത്തുന്നത്, SYF നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും സാന്ദർഭികമാണ്. നടത്തുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവുമെങ്കിലും പ്രസംഗിക്കണമല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. വേണ്ട തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ പ്രതികൂലമായ സാഹചര്യത്തിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളും സഹോദരന്മാരുമൊക്കെ റമദാനിന്റെ ഒരു നാളിൽ ഒരു രാത്രിയെങ്കിലും അത്തരത്തിലുള്ള ഒരു ഓർമ്മ കിട്ടുമെന്ന നിലക്ക് എല്ലാവരും വന്നെത്തിയ സ്ഥിതിക്ക് നമ്മുടെ ഈ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ SYF-നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകമായ ഒരു ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം ബദറിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ നൽകിയത് 3 പതാകകളാണ്. ഏതൊരു വിഭാഗത്തിനും വേണമല്ലോ പതാക എന്നൊന്നില്ലാതിരിക്കാൻ പറ്റില്ല. പതാക എന്നത് ഒരു ചിഹ്നമാണ്, ആ വിഭാഗത്തെ കുറിക്കുന്ന ചിഹ്നം. യാത്രകളേക്കാൾ പോരാട്ടങ്ങളാകുമ്പോൾ വിശേഷിച്ചും 2 സംഘത്തിന്റെ ചിഹ്നമാണത്. ഇന്ത്യയുടെ ചിഹ്നമാണ് ഇന്ത്യയുടെ പതാക, ദേശീയ പതാക. അമേരിക്കയുടെ ബഹുമാനപ്പെട്ട ചിഹ്നമാണ് അമേരിക്കയുടെ പതാക.
അങ്ങനെ ഓരോ രാഷ്ട്രത്തിന്റെയും ആദരണീയമായ ചിഹ്നങ്ങളാണ് അവരവരുടെ പതാക. നമ്മുടെ പതാകയെ തലകുത്തിമറിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഉയർത്തിയാലോ, സ്വാതന്ത്ര്യദിനമോ അതുപോലുള്ള ഔദ്യോഗിക ദിവസങ്ങളിലോ അല്ലാതെ അത് ഉയർത്തിയാൽ പോലും ശിക്ഷാർഹമായ കുറ്റമാണ് രാജ്യത്ത്. അനാദരവ് കാട്ടി ദേശീയ പതാകയോട് എന്ന കുറ്റം. അനാദരവ് കാട്ടുക ദേശീയ പതാകയോട് എന്ന് പറയുന്നത് വലിയൊരു കുറ്റമായി എണ്ണുമ്പം എന്താപ്പാ പതാക നന്ദിയിൽ ഇരിക്കുന്നത്? ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ആ പതാകാണ് അർത്ഥം. പരിശുദ്ധ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഓരോ രാജ്യക്കാരും ആ രാജ്യത്തിന്റെ പതാക നാട്ടിയിട്ടുള്ള സ്ഥലത്ത് സമ്മേളിക്കുമ്പോഴാണ് ബഹുവിധ ദേശക്കാരായ ആളുകൾ ഒന്നിച്ചു കൂടിയിട്ടുള്ള ആ സംഗമ വേദിക്ക് ഒരു പ്രത്യേകമായ നല്ലൊരനുഭവം വന്നു ചേരുന്നത്. ആ അനുഭവത്തിൽ ഇന്ത്യക്കാരത, പാകിസ്ഥാൻകാരത, ചൈനക്കാരത, ഇറാൻകാരത, ഇറാഖുകാരത, അമേരിക്കക്കാരത, മറ്റ് യൂറോപ്യന്മാരത, ആഫ്രിക്കക്കാരത എന്നിങ്ങനെ പറഞ്ഞ് അവരവരുടെ പതാകകൾ കാണിക്കുമ്പോൾ ലോകത്തെ ഏതു രാഷ്ട്രങ്ങളിലെ പതാകയും അറഫയിലും മിനായിലുമൊക്കെ ഒന്നിച്ചു വരികയാണല്ലോ. അതേപോലെ വിമാനത്താവളത്തിൽ, ഇന്റർനാഷണൽ വിമാനത്താവളം ജിദ്ദയിലിറങ്ങുമ്പോൾ അവിടെയും കാണും ഇത്തരം പതാകകൾ. അപ്പൊ രാജ്യത്തിന്റെ സിമ്പിളാണത്. ഇതേപോലെ ഒരു പ്രസ്ഥാനത്തിന്റെ ചിഹ്നമാണ് ആ പ്രസ്ഥാനത്തിന്റെ പതാക. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഘം പ്രഥമമായി നടക്കുന്ന പോരാട്ടം ബദറാണ്. സൈനിക നീക്കം ഒന്നാമത്തേത് ബദറല്ല, പല നീക്കങ്ങളും അതിന്റെ മുമ്പ് നടന്നിട്ടുണ്ട്. യൗമൽ തഖൽ ജംആൻ, രണ്ടു സംഘക്കാർ തമ്മിൽ സമ്മേളിച്ചിട്ടുള്ളത്, ഏറ്റുമുട്ടിയിട്ടുള്ളത് ആദ്യത്തെ അനുഭവമാണ് ബദറിൽ. ആ ബദറിൽ പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂല് നൽകുന്നു പതാക. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന മക്കയിലെ രാജകുമാരനായിരുന്ന മുഹാജിരീങ്ങളിൽപ്പെട്ട സ്വഹാബി വര്യൻ പക്കദരിദ്രനായിക്കൊണ്ട് മറമാടപ്പെടുന്ന സമയത്ത് കഫൻ പുടാണീക്കുവാൻ പോലും ധരിച്ചിരുന്ന വസ്ത്രമോ മറ്റാരെങ്കിലും കൊണ്ടുകൊടുക്കുന്ന വസ്ത്രമോ ഇല്ലാതെ ശരീരത്തിന്റെ തലഭാഗം മുതൽക്ക് വസ്ത്രം ധരിച്ചതിന്റെ ശേഷം കാലുമറക്കാൻ ഒരു ചെറിയ തുണിക്കഷ്ടം കൊണ്ടു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ മക്കയിലെ പുല്ല് വെച്ചുകൊണ്ട് കാലുമറച്ച് കഫൻ ചെയ്ത് മറമാടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശം നൽകിയ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വസ്ത്രം ധരിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഹോബി. മക്കയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കാണാൻ, അദ്ദേഹത്തിന്റെ പൂശുന്ന അത്തറുകളുടെ മണം ആസ്വദിക്കാൻ, അദ്ദേഹത്തിന്റെ കണ്ണഞ്ചിക്കുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ തരുണീമണികൾ രംഗത്തിറങ്ങുമായിരുന്നുവെന്ന് പറയപ്പെടുന്ന അഷ്റഫുൽ ഖൽഖിനോട് ശരീരത്തിന്റെ സൗന്ദര്യത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ശരീരത്തിന്റെ രൂപത്തിലും നല്ല സദൃശതയുള്ള സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോഴാണ് ഇബ്ലീസ് ഒരു പർവ്വതത്തിന്റെ ഐനൈൻ, അതായത് ഉഹദിന്റെ ഒരു ഭാഗം, ആ പർവ്വതത്തിന്മേൽ കയറി നിന്നിട്ട് ഇന്നീ ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ഇബ്ലീസ് വിളിച്ചു പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുസ്അബ് ഇബ്നു ഉമൈറിനുണ്ടായിരുന്ന സാദൃശ്യം മാനിച്ചാണ്. ആ സദൃശനായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ മരിക്കുന്ന സമയത്ത് കഫൻ പുടയണിയിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം തികയാതെ വന്നപ്പോ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കഫൻ പുടയണിയിച്ചതെന്ന് പറഞ്ഞാൽ, മുഠാള ദരിദ്രനായ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗമെത്രയാണ്, അദ്ദേഹം അനുഭവിച്ച ദുഃഖമെത്രയാണ്, വിഷമമെത്രയാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത് ഒരു തൂവെള്ള പതാകയാണ്, ഒരു വെള്ളപ്പതാക. രണ്ടു കറുത്ത പതാകകളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തയ്യാറാക്കുന്നത്. ആ രണ്ടു പതാകകളിൽ ഒന്ന് മുഹാജിറുകളുടെ നേതാവായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി ഏൽപ്പിക്കുന്നത്. മറ്റൊരു പതാക അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ മൂന്ന് പതാകകൾ, രണ്ടു കറുത്ത പതാകകളും ഒരു വെളുത്ത പതാകയും കുത്തിയിട്ട് മൂന്ന് പതാകകൾ കെട്ടിക്കൊണ്ടാണ് മുസ്ലിം സേന മുന്നോട്ട് പോകുന്നത്. ബദറിൽ പോരാട്ടത്തിന്റെ വേളയിലും സേന മുന്നിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഈ മൂന്ന് പതാകകളാണ്. വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് എന്ന് ബദറിൽ പറഞ്ഞ ആ മൂന്ന് പതാകകൾ, ഒന്ന് അബിയതും രണ്ടും അസുവതുമാമാം, രണ്ടെണ്ണം കറുപ്പും. ഈ രണ്ടു പതാകകൾ, മൂന്ന് പതാകകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പതാകയായി ഇന്ന് കേരളത്തിലെ മതസംഘടനകളിൽ ഉയർത്തിപ്പിടിക്കുവാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ളതും സൗഭാഗ്യം നൽകിയിട്ടുള്ളതും കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എന്ന നമ്മുടെ പ്രസ്ഥാനത്തിനാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പതാകയാണ് പതാക. എന്നു മാത്രമല്ല, കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബത് ഫിഅത്തൻ കസീറ, ഇതാണല്ലോ ബദറിന്റെ ഏറ്റവും വലിയ പാഠം.
ആൾബലമോ അംഗസംഖ്യയോ ഒരു വിഷയമല്ല. വളരെ ചെറിയൊരു സംഘമാവട്ടെ, ആ കൊച്ചു സംഘം വലപത്ത് ഫിഅതൻ ധാരാളം അംഗസംഖ്യയുള്ള വമ്പിച്ച സൈന്യത്തെ കീഴടക്കുന്നു. അങ്ങനെ എത്രയുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ അതിജയിക്കുക എന്ന സിദ്ധാന്തം ഇസ്ലാമിന്റെ കൂടപ്പിറപ്പായിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ എന്നെന്നും ഒഴിയാത്ത ഒരു സിദ്ധാന്തം അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. ചെറിയ ന്യൂനപക്ഷം എന്നും ഇസ്ലാം ന്യൂനപക്ഷമാണ്. ലോകത്ത് ഭൂരിപക്ഷമായി ഇസ്ലാം വരും എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ, അതിനായി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം പാഴ്ശ്രമമാണ്, ആ പൂതി വ്യാമോഹമാണ്, നടക്കില്ല. ഇൻതുതേ അക്രമം യുദില്ലൂക അൻ സബീലില്ല. ഭൂരിപക്ഷത്തെ അനുസരിക്കാൻ തിരിഞ്ഞാൽ അതൊക്കെ ജനങ്ങളെ പിഴപ്പിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ തന്നെ ഉണ്ടാകൂ. മതങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു നോക്കി നിങ്ങൾ, ഇസ്ലാം അല്ല ഇവിടെ വലിയ മതം. ലോകത്ത് വലിയ മതം ക്രിസ്ത്യാനിസമാണ്. ക്രിസ്ത്യാനികളാണ് ലോകത്ത് ബഹുഭൂരിപക്ഷം കൂടുതലുള്ളത്. ലോകത്തെന്നും അങ്ങനെയാണ്, ഇനി അന്ത്യനാൾ വരെയും അങ്ങനെ തന്നെ വരും എന്നാണ് ചരിത്രത്തിന്റെ വായനയിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഈസാ നബി അലൈഹിസ്സലാം വരുന്നുണ്ടല്ലോ അതിനെ നശിപ്പിക്കാൻ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ വരവിനെ അനിവാര്യമാക്കുന്ന തരത്തിൽ വർദ്ധിച്ച സ്വാധീനം കുരിശിന്റെ ആളുകളും നേടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവസാന കാലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. അത് പ്രകാരം ബഹുഭൂരിപക്ഷം എന്നും ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ സത്യം അതുകൊണ്ട് തിരിയില്ല. ലോകത്തെ വൻശക്തികൾ ക്രിസ്ത്യാനിറ്റിയുടെ കീഴിലാണ്. ലോകത്തെ വൻശക്തികൾ മതം കൊണ്ട് ക്രിസ്ത്യാനികളോടൊപ്പമാണ്. അതിനൊപ്പമാണ് ഇസ്ലാം. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനപക്ഷമായി ലോക ചരിത്രത്തിൽ എന്നും നിന്നിട്ടുള്ള ഈ ഇസ്ലാമിനെ പ്രമാണം കൊണ്ട് അജയ്യമായി നിലനിർത്തുന്നല്ലോ. പേടി എന്ന് പറയുന്നു ഇസ്ലാമോഫോബിയ എന്നെ കേട്ടില്ല നിങ്ങൾ? ഇസ്ലാമോഫോബിയ എന്നൊരു ഫോബിയ ഉള്ളപ്പോ ഇസ്ലാമിനെ കുറിച്ച് പേടിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഇത്തരം ഒരു ഫോബിയ. ഇസ്ലാം എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേക്കൊരു പേടിയാണ്, തീവ്രത, ഭീകരത എന്നൊക്കെ ഇസ്ലാമിന്റെ പേരിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ നമ്മൾ ബേജാറാകണ്ട. നമ്മൾ എന്ന് നിലനിൽക്കുന്നുണ്ടോ, ഇസ്ലാം എന്ന് നിലനിൽക്കുന്നുണ്ടോ, അന്നൊക്കെയും ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നുസിർതു ബിർറുഅബി മസീറത ശഹർ. ഒരു മാസത്തെ വഴിദൂരമുള്ള ദിക്കിലേക്ക് ശത്രുക്കൾ ഇരിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു മാസത്തെ വഴിദൂരമുണ്ട് അപ്പുറത്തെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വേണം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ സ്ഥിതി ചെയ്യുന്ന ശത്രുവിന് ഞാനിവിടെ നിന്ന് പുറപ്പെട്ടാൽ അവരുടെ വയറിളകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെയും നബിയുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും കൂടപ്പിറപ്പായ അനുഗ്രഹമാണ് അവരെക്കുറിച്ചുള്ള ഭീതി. ഈ ഭീതി ഇസ്ലാമിന്റെ സ്വഭാവമാണ്. ഭീതി നമുക്കല്ല ഭീതി, നമ്മെക്കുറിച്ച് ഇതരർക്ക് ഭീതി. ലോകരാഷ്ട്രങ്ങളും ലോകത്തെ വൻ ശക്തികളുമായിരുന്നാലും ആ വൻ ശക്തികൾക്ക് ഇസ്ലാമിന്റെ ഒരു ചലനം വലിയ പേടിയാണല്ലോ. എന്തു ചലനവും പേടിയാണ്. സൈനികമായിട്ടുള്ള ചലനമാണെങ്കിൽ പറയണ്ട, രാഷ്ട്രീയമായിട്ടുള്ള മുന്നോക്കമാണെങ്കിൽ പറയണ്ട. അതില്ലാതാക്കാനാണ് ലോകത്തെ വൻ ശക്തികൾ എന്നും പല തന്ത്രങ്ങളും മെനട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലും ജനാധിപത്യ വിപ്ലവങ്ങളും കലഹങ്ങളും നടക്കുന്നു. നമ്മൾ വായിക്കുമ്പോൾ വിചാരിക്കും അവിടെയൊക്കെ മഹാമോശം രാജാക്കന്മാര്, മഹാമോശം തമ്മാടിയാണ്, മഹാമോശം ഭരണാധികാരികൾ, ബാൻഡ തന്നെയാണ്. കൂടരുത്. ഇസ്ലാം അതിന്റെ കൂടെ കൂടാൻ പാടില്ല. കാരണം അക്രമിയാണ് ഭരണാധികാരിയെങ്കിൽ പോലും അക്രമിയായതുകൊണ്ട് ഭരണാധികാരിക്കെതിരെ വിപ്ലവം നയിക്കാൻ പൗരന്മാർക്ക് അവകാശമില്ല. അത് ഏതു രാജ്യത്ത് നടത്തിയാലും ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കുന്നതും ഭരണാധികാരിക്കെതിരെ വിപ്ലവം നയിക്കുന്നതും ശരിയല്ല. അണ്ണാ ഹസാരെ ഇപ്പൊ നമ്മൾ കേൾക്കുകയാണ്, ഒരു വയസ്സൻ കാക്കാക്ക് എന്തോ ഒരു അസുഖങ്ങൾ വരുമ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഇളക്കങ്ങൾ വരുമ്പോ ആരൊക്കെയാണ് അദ്ദേഹത്തെ മുപ്പിരി കൂട്ടുന്നത് നമുക്കറിയില്ല. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയല്ല. എങ്ങനെ വന്നാലും വർഗീയ ശക്തികളാണ് അദ്ദേഹത്തെ ഇളക്കിവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വർഗീയ ശക്തികൾ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നവർ കാക്ക രംഗത്ത് വരുമ്പോ ആ കാക്കയെ നിയമവിരുദ്ധമായി നിരോധാജ്ഞ നൽകിച്ചിട്ട് മുന്നോട്ട് വരുമ്പോൾ പോലും നിയമപാലകർക്ക് പിടിക്കാൻ പറ്റില്ല, ജയിലിലടക്കാൻ പറ്റില്ല എന്ന് വരുന്നത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസകരമാണ്. ചെയ്യുന്നതെന്തോ ചെയ്യാതിരിക്കുന്നതെന്തോ നമ്മൾ ചിന്തിക്കേണ്ട. ഭരണകൂടം ചെയ്യുന്നിടത്തോ തെറ്റി എങ്ങനെ വേണ്ടിയെന്ന മനത്തല്ലിയാലും രണ്ടു പക്ഷം ഉണ്ടാവുമല്ലോ, അത് എല്ലപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത് സാധാരണക്കാർ. കേരളം ശാന്തമാണ്. കേരളത്തിൽ അത്തരം അബദ്ധങ്ങളൊന്നും വല്ലാതെ നടക്കില്ല. ഇളകുന്നല്ലോ കുറെ നാട്. എന്താണ് ഇതിനർത്ഥം?
ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കുന്ന, ഭരണകൂടത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്ന, ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു ശ്രമങ്ങൾക്കും ഇസ്ലാം അനുവാദം നൽകില്ല. ഇസ്ലാം അതിന്റെ പിന്നിൽ കൂടി നിൽക്കില്ല. ഭരണകൂടം എന്ന് പറയുന്നത് രാജ്യത്തെ ഭരണം ഏതു അക്രമിയുടെ ഭരണമാണെങ്കിൽ പോലും ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. നിയമം ഭരിക്കുന്നവർ നടത്തണം. അതില്ലെങ്കിൽ അരാജകത്വം എന്നായിരുന്നു പറയാം. അരാജകത്വം വലിയ വിപ്ലവമാണ്. അരാജകത്വം വലിയ കുഴപ്പമാണ്. ആ കുഴപ്പത്തിലേക്ക് നയിക്കുന്നത് ന്യായത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഭരിക്കുന്നവർക്കെതിരെ പറ്റില്ല. ഭരിക്കുന്നവർ നേതൃത്വം നൽകുന്ന സമരങ്ങളാണ് ഇസ്ലാമിന്റെ സമരങ്ങൾ. ഭരിക്കുന്നവർ നേതൃത്വം നൽകുക. ഇമാമിന് കീഴിൽ നടത്തണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇമാമിന് കീഴിൽ നടത്തുന്ന പോരാട്ടങ്ങളിൽ ഇസ്ലാം അംഗീകരിക്കുന്നു. ഇസ്ലാമിന്റെ ലെവലിൽ അതുണ്ട്. ഇമാമില്ലാതെ ഭരണാധികാരികൾക്കെതിരെ രാജ്യത്തെ പൗരന്മാർ നിയമം കയ്യിലെടുക്കുന്ന വിപ്ലവത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേക നില. ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വിപ്ലവങ്ങളുടെ നാമ്പുകൾ മുസ്ലിം രാഷ്ട്രങ്ങളിലുണ്ടാകുമ്പോൾ ആ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന വിപ്ലവങ്ങളെ നമ്മൾ മനസ്സാ തുണക്കുകയാണ്. കാരണം നമ്മൾ വായിക്കുന്നത് മനോരമയാണ്, മാതൃഭൂമിയാണ്, മുഖ്യധാരാ പത്രങ്ങളാണ്. ഞാൻ നേരം വെളുത്ത ആദ്യം വായിക്ക മനോരമയാണ്. പക്ഷെ വരികൾക്കടിയിലൂടെ ഇടയിലൂടെയാണ് ഞാൻ വായിക്കാറുള്ളത്. എഴുതിത്തരുന്ന പത്രങ്ങൾ, എഴുതിത്തരുന്ന വാചകങ്ങളൊക്കെ വെച്ച് നമ്മൾ വായിക്കാൻ കഴിഞ്ഞാല് നമ്മളുടെ മസ്തിഷ്കത്തെയും നമ്മുടെ ആശയത്തെയും ഒരു വല്ലാണ്ട് ചൂഷണം ചെയ്യും. അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കൊന്നും നമ്മൾ വിധേയരാകരുത്. ഇസ്ലാമിനെ കുറിച്ചൊരു പാഠം നമുക്ക് വേണം. ഏത് മുസ്ലിം രാജ്യത്ത്, ഈജിപ്ത് ഇപ്പൊ നോക്കി നിങ്ങൾ, ഹുസ്നി മുബാറക്കിനെ പുറത്തിയാടിച്ച ശേഷം ആ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഭരണം എന്നൊന്നും അവിടെ ഇല്ല. ആളക്രമിയാവട്ടെ എന്താവട്ടെ എന്നും അക്രമികൾ ഭരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ വിവരസ്ഥന്മാരിൽ ഖുർആൻ മനപ്പാടമുള്ള 700 ആളുകളെ കൊല ചെയ്യുകയും ചെയ്ത ആക്രമികളായ ഭരണാധികാരികളെ അധികാരം നേരിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ ഇസ്ലാമിക പാരമ്പര്യപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന വിപ്ലവങ്ങളെയൊക്കെ ഈ തരത്തിൽ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? ഇസ്ലാമിന്റെ വൈരികൾ ഉണ്ടാക്കുന്നതാണ്. ബദറിൽ നിന്ന് വിടുകയല്ല ഞാൻ. ബദറുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണല്ലോ നമ്മുടെ വിഷയം. ആ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് വർത്തമാനകാലത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ ധരിപ്പിക്കുകയാണ്. വിശേഷിച്ച് യുവാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. വായിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക മാനം എന്താണ്, ഇസ്ലാം അതിന്റെ ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്നറിയാതിരുന്നാൽ അങ്കലാപ്പുണ്ടാവും. ഈ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിനെ വിലയിരുത്തുമ്പോ ഇസ്ലാമിനെ കുറിച്ച് പേടി അല്ലാഹുവിന്റെ ദീനെന്ന് നിലനിൽക്കുന്നോ അന്നൊക്കെയുണ്ടാകും. അതെന്തുകൊണ്ടാണ്? കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബത് ഫിഅതൻ കസീറ. ധാരാളം അംഗസംഖ്യയുള്ള വലിയ വലിയ സംഘങ്ങളെ, വൻ ശക്തികളെ, വലിയ വലിയ രാഷ്ട്രങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളായ കൊച്ചു സംഘങ്ങൾ എത്രയാണ് അതിജയിച്ചത്? ഈ അതിജയത്തിന്റെയും അതിജീവനത്തിന്റെയും ആദ്യത്തെ അനുഭവവും ആദ്യത്തെ ചിത്രവും മാതൃകാപരമായ ചിത്രവും നൽകുന്നതാണ് ബദർ. 313 പേർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ന്യൂനപക്ഷത്തിനാണ് സത്യമുണ്ടെങ്കിൽ വിജയം എന്നറിയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വാചകപ്രകാരം ബഹുഭൂരിപക്ഷം മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അധർമ്മത്തിന്റെ ഭാഗത്തേക്കോ അസത്യത്തിന്റെ ഭാഗത്തേക്കോ പരിഷ്കാരത്തിന്റെ ഭാഗത്തേക്കോ ആധുനിക വാഞ്ചയിലേക്കോ പോകുമ്പോ പഴയകാലത്തെ അതേ രീതിയിൽ തന്നെ വേണം മുസ്ലിമീങ്ങൾ ജീവിക്കാനെന്നും, എന്നുവെച്ചാൽ പരിഷ്കാരങ്ങൾ ജീവിതത്തിൽ വേണ്ടെന്നല്ല, പരിഷ്കരിച്ച നിലയിലുള്ള ഒന്നും പാടില്ലെന്നല്ല. അള്ളാഹു നിശ്ചയിച്ച് പടച്ചവനെ വണങ്ങാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളും ആരാധനകളുമൊക്കെ അള്ളാഹുവിന്റെ റസൂല് കാണിച്ച അതേ മാതൃകയിൽ കൊണ്ട് നടക്കുമ്പോഴാണ് അതിന്റെ വീര്യവും അതിന്റെ പവറും അതിന്റെ ശക്തിയും ഉണ്ടാവുക എന്നും, യന്ത്രങ്ങളോ മറ്റേതെങ്കിലും പരിഷ്കാരങ്ങളോ ഇബാദത്തുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരിനപ്പെടുത്തിയാൽ നമുക്കുള്ള ഈമാനികമായ ആവേശങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്നും പഠിപ്പിക്കാൻ വളരെ ചെറിയ ഒരു സംഘമേ കേരളത്തിലുള്ളൂ. അതിന്റെ യുവജന പ്രസ്ഥാനമാണ് സുന്നി യുവജന ഫെഡറേഷൻ. ആ നിലക്ക് ബദറിന്റെ സന്ദേശവും ബദറിന്റെ ആത്മവിശ്വാസവും ബദറിന്റെ ശരിയായ പാഠവും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സംഘം നടത്തുന്ന ഈ പരിപാടി തീർത്തും സംഗതമാണ്, ബദരീങ്ങളോട് യോജിച്ചതാണ്. അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരുടെ പരിശ്രമങ്ങളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനെന്തെല്ലാം നിലക്ക് സഹായിച്ചിട്ടുള്ളവരുടെ സഹായങ്ങൾ അള്ളാഹു പാഴാക്കാതെ ആഖിറത്തിൽ ഉപകരിക്കുന്നതും ദീനിന് ഉപകരിക്കുന്നതും അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഉപകരിക്കുന്നതുമാക്കി അള്ളാഹു തആല മാറ്റുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബദർ, ആ ബദർ എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, അവിചാരിതമായാണ് ബദറിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സംഘം എത്തുന്നത്. ബദർ എന്ന് പറയുന്നത് പഴയ കാലത്തു തന്നെ ഒരു വാണിജ്യ കേന്ദ്രമാണ്.
വർഷാവർഷത്ത് ചന്ത നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് ലോകപ്രസിദ്ധമാണ് ബദർ. ലോകരാഷ്ട്രങ്ങളിൽ അന്ന് തന്നെ അറിയപ്പെടും ബദർ. ഇന്ന് കേൾക്കുന്ന ലോകരാഷ്ട്രം എന്ന ചിത്രം മാറ്റിവെക്കും. ഫോണില്ല, മറ്റൊരു സൗകര്യങ്ങളുമില്ല, ഒരു സംഗതികളുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രവും രാഷ്ട്ര നിയമങ്ങളും രാജ്യാന്തര നിയമങ്ങളും പണ്ടക്കും പണ്ടേയുള്ള രീതിയിലാണ് നടക്കുക. അതിന്റെ തെളിവാ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി 60 ചില്ലാനം വർഷം കഴിഞ്ഞിട്ടും കോടതി നിയമങ്ങൾക്കോ രാഷ്ട്രീയ സാധാരണമായ ആചാരങ്ങൾക്കോ വല്ല മാറ്റവും വരുത്താൻ നമുക്ക് സാധിച്ചിക്കണോ? ഇല്ല, ഒരു മാറ്റമല്ല. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള പ്രോട്ടോകോൾ എങ്ങനെയാണ്? ഒരു കോടതിയിലുള്ള വക്കീലുമാരടക്കമുള്ളവരുടെ പേരെങ്ങനെയാണ്? സംസാരം എങ്ങനെയാണ്? അവിടുത്തെ ചിട്ടകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ചാൽ ലോകം പരിഷ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ഇറക്കി ഈ ഭരണ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും നശിപ്പിക്കാൻ നമ്മക്കൊണ്ട് കഴിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, കോടതിയിൽ ജഡ്ജി വിളിച്ചു പറയുമ്പോൾ ഏറ്റു പറയാൻ ഒരാള് ആമീൻ എന്ന് പറയുന്ന ഒരാള് നമ്മളെ നാട്ടുകാരൻ, എന്റെ ഒരു സുഹൃത്ത് ആമീനാണല്ലോ, നമ്മളെ നാട്ടിലുള്ള ഒരാള് ആമീൻ. എന്താ ആൾക്ക് പണി? ജഡ്ജി ഒന്ന് വിളിച്ചു പറയും ഇന്നാള്, അപ്പൊ ഇന്നാള്, മറ്റേയാള് ഇത് പറയണ പണിയാ. വേറൊരു പണി അയാൾക്കില്ല, കാര്യപ്പെട്ടൊരു പണിയൊന്നുമില്ല. എന്തിനാ ഇതിനാള്? ഇതേത് കാലമുള്ളതാണ്? അപ്പൊ അന്നക്കന്നേ ഉണ്ടായിരുന്നത് മറ്റെന്ത് സൗകര്യങ്ങൾ ഉണ്ടായാലും പോവില്ല. ജഡ്ജി അദ്ദേഹത്തിന്റെ ചേംബറിലിരുന്നിട്ടോ അദ്ദേഹത്തിന്റെ പീഠത്തിലിരുന്നിട്ടോ അല്പം പതുക്കെ പറയുള്ളൂ. ആ പതുക്കെ പറയുന്ന ഉറക്കെ പറയുന്ന പണിയാ ഇയാൾക്ക്. കാര്യമായിട്ട് കക്ഷി അറിയിക്കാനും കൂട്ടിൽ കയറാൻ പറയാനും അങ്ങോട്ട് കയറി എന്ന് പറയാനും ഇത് പറയും. സത്യം തന്നെയല്ലേ? സത്യം പറയില്ലേ? സത്യം പറയും. ഇത് പറയാൻ ഒരാള്. ഈ ഇടപാട് വെറുതെ കൊടുക്കുകയാണ് ശമ്പളം എന്ന് നമ്മൾ വിചാരിക്കുക. ഗവർണർ, നമ്മുടെ നാട്ടിലൊരു തസ്തികയുണ്ട്, എത്രായിരം റുപ്യ. അതിലും വലിയൊരു തസ്തിക രാഷ്ട്രപതി. ഇത് രാഷ്ട്രപതി എന്നു എന്തിനാണിത്? എത്ര ഉറുപ്പിയാണ് ഈ രാഷ്ട്രപതിയും രാഷ്ട്രപതി ഭവനും പോറ്റാൻ വേണ്ടിയിട്ടുള്ളത്? രാഷ്ട്രപതി ഭവനെ മാത്രം ചുറ്റിപ്പറ്റിയിട്ട് എത്രായിരം ഉദ്യോഗസ്ഥന്മാരാണ്? അത്ര ചെലവ് നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഒന്നിനുമില്ല, പ്രധാനമന്ത്രിക്ക് പോലുമില്ല. അത്ര വലിയ സാമ്പത്തിക ചെലവുണ്ട് രാഷ്ട്രപതിക്ക്. എന്താ പണി? ഭരണമില്ലാത്തൊരു ഘട്ടം വന്നാൽ ഭരണത്തിന്റെ നായകനായി നിൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്ത് നിന്ന് ആളുകൾ വന്നാൽ അയാൾ ഒരാളായിട്ട് ചില്ല. ഇത്രയൊരു പണിയുള്ളൂ ഇതിനൊരാള്. അതിനൊരു തസ്തികയുണ്ട് രാഷ്ട്രപതി. ഇത് മാറ്റാൻ കഴിയുന്നോ? ഇല്ല. ഞാൻ പറയുന്നതിനർത്ഥം രാജ്യാന്തര നിയമങ്ങളും രാജ്യാന്തര ശീലങ്ങളും രാഷ്ട്രാന്തരീയ രംഗത്തുള്ള നിയമങ്ങളും പണ്ടക്കും പണ്ടേ ഉള്ളതാണ്. അതൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തുണ്ട് എന്ന് ചിന്തിക്കുക. അങ്ങനെ മനസ്സിലാക്കുക. ഉപകരണങ്ങൾ, ഉപാധികൾ, മാധ്യമങ്ങൾ ഇതൊക്കെ മാറിയിട്ടുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന ആ സൈനിക നീക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ബദറിലേക്ക് എത്തുന്നത് യാദൃച്ഛികമാണ്. ബദറിലേക്ക് അള്ളാഹു എത്തിക്കുകയാണ്. മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് പോകുന്നത് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വാണിജ്യ സംഘത്തെ തടഞ്ഞു വെച്ചിട്ട് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ഇസ്ലാമിന് സാമ്പത്തിക ശക്തി ഉണ്ടാക്കാനാണ്. ഒരു രാഷ്ട്രത്തിന് സാമ്പത്തിക ശക്തി പ്രധാനമാണല്ലോ. ഇസ്ലാമിന്റെ കഠിനവൈരികളായ അള്ളാഹുവിന്റെ കഠിന ശത്രുക്കളായ ആ ശത്രുക്കൾക്ക് അള്ളാഹുവിന്റെ സ്വത്തുക്കൾ, റസൂലുള്ളാന്റെയും സ്വഹാബത്തിന്റെയും തന്നെ സ്വത്തുക്കൾ എവിടെയുണ്ട്? കഅബയിലേക്ക് വരുന്ന സ്വത്തുക്കളുണ്ട്. വ്യക്തമായി സ്വഹാബികളിൽ ഓരോരോ ആളുകൾ കുടുംബത്തെ അവിടെ ഇട്ടേച്ചു പോകുന്നവരും ഭാര്യയെ ഇട്ടേച്ചു പോകുന്നവരും ഭാര്യയും ഭർത്താവും പോന്നിട്ട് മക്കളെ ഇട്ടേച്ചു പോകുന്നവരും അവിടെയുണ്ട്. അത്തരം സ്വത്തുക്കളൊക്കെയും കൈകാര്യം ചെയ്യുന്നത് അവിശ്വാസികളായ മക്കത്തെ കാഫിറുകളാണ്. ആ വാണിജ്യ സംഘത്തെ സാമ്പത്തികമായി പ്രതിരോധിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്താൽ അത് സൈനികമായ നീതീകരിക്കാവുന്ന ഒരു നീക്കമാണ്. രണ്ടു രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കാവുന്ന സ്വാഭാവികമായ നീക്കം. ഇതിലൊന്നും മോശം വിചാരിച്ചണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഇതിലൊക്കെ മോശം വിചാരിക്കാണ്. അതാദ്യം അവർ ഷാമിലേക്ക് പോകുമ്പോൾ റസൂലുള്ള ഒരു സംഘത്തെ അയച്ചു. ഷാമിലേക്ക് പോകുമ്പോ സംഘം വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവർ തിരിച്ചു വരികയാണ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ അവരുടെ സ്വത്ത്, ഈ വാണിജ്യ സംഘത്തിന്റെ സ്വത്ത് 1,00,000 ദീനാർ. എത്രയാ 1,00,000 ദീനാർ എന്നാ നമ്മൾ വിചാരിക്കുന്നത്? 1,00,000 ദീനാർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്വത്താണ്. ആ 1,00,000 ദീനാർ ഇന്നത്തെ കണക്കിന് 25,000 26,000 പവൻ പൊന്നുണ്ടാവും. നാണയമായിട്ടു തന്നെ ആ പൊന്നുകളുണ്ട്. ഒട്ടകങ്ങളും ചുമടുകളും വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും എത്രയോ ആണ്. മക്കയിലുള്ള ഒരു കുടുംബത്തിനും അതിൽ സ്വത്തില്ലാതില്ല. അത്ര വലിയ ഒരു വാണിജ്യ സംഘം ഷാമിലേക്ക് പോകുന്ന മധ്യേ അവരെ പിടിക്കാൻ വേണ്ടി പോയിട്ട് അവർ വഴിമാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ടപ്പോ അവർ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും അവിടുത്തെ വസ്തുക്കൾ മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴും കച്ചവടയാത്രയാണ്.
അവരെ പിടിക്കാൻ വേണ്ടിയാണ് റസൂലുള്ള മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു ഈറ ഖുറൈശ്. അല്ലാഹുവിന്റെ റസൂൽ അന്ന് മക്കയിൽ നിന്ന് പുറപ്പെട്ടത്, മദീനയിൽ നിന്ന് പുറപ്പെട്ടത് ബദറിലേക്ക് പോരാട്ടം ഉദ്ദേശിച്ചല്ല. ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയം പുറപ്പെട്ടത് യുരീദു, നബി ഉദ്ദേശിക്കുന്നവരായി മാത്രമാണ്, ഈറ ഖുറൈശ്, ഖുറൈശികളുടെ വാണിജ്യ ചരക്കുകളെയും ഒട്ടകങ്ങളെയും. വാണിജ്യ ഒട്ടകങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ആ സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുമാണ് അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെട്ടത്. അപ്പൊ പോരാട്ടത്തിന് പോകുന്നവരല്ല റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ. അങ്ങനെ പോകുന്ന അവർ വഴിമാറി കടൽക്കരയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ അബൂ സുഫിയാന്റെ സേന രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട സേന രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എന്തു വേണം എന്ന് ചിന്തിക്കുമ്പോ അവരെ പിടിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന വിവരം മക്കയിലറിഞ്ഞപ്പോ അബൂ സുഫിയാൻ അയച്ച പ്രത്യേക ദൂതൻ ആ ദൂതനെ വിളിച്ച ശൈലിയിൽ തന്നെ അറിയിച്ചിട്ട് സങ്കടം വരുന്ന തരത്തിൽ, പ്രതിഷേധം വരുന്ന തരത്തിൽ, എല്ലാവരുടെയും വികാരമിളക്കുന്ന തരത്തിൽ അവിടെ ആ കാര്യം അറിയിച്ചപ്പോ എല്ലാവരും കൂടിയിട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സംഘം വരികയാണ്. നഫീർ وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَظُنُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ. ഖുർആൻ പറയുന്നുണ്ട്, രണ്ടു സംഘങ്ങളിൽ ഒരു സംഘത്തെയാണ് നബിയെ അങ്ങേക്കു ഞാൻ വാഗ്ദാനം നൽകിയത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത് ശക്തിയില്ലാത്ത, പോരാട്ടം വേണ്ടതില്ലാത്ത, ആയുധമില്ലാത്ത, നിഷ്പ്രയാസം നിങ്ങൾക്ക് ജയിച്ചടക്കാവുന്ന ഒരു സംഘത്തെയാണ്. ഞാനങ്ങനെയല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ള പറയുന്നു, അള്ളാഹു ഉദ്ദേശിച്ചത് മറിച്ചാണ്. ലിയുഹിഖൽ ഹഖ്ഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ കാഫിറൂൻ. അവിശ്വാസികൾക്കെന്നും അരോചകമാണെങ്കിലും ഹഖ് ഹക്കായി ഉയർന്നു നിൽക്കാനും അധർമ്മം അധർമ്മമായി തന്നെ തെളിയിക്കപ്പെടാനും ലോകചരിത്രത്തിൽ ഒരു മാതൃകയാക്കാൻ നാം ഉദ്ദേശിക്കുന്നത് പോരാട്ട സംഘത്തെ നിങ്ങൾ ഏറ്റുമുട്ടണമെന്നാണ്. ആ പോരാട്ട സംഘം വന്നുകൂടുന്നത് ബദറിലാണ്. ബദറിലേക്ക് വരുമ്പോ അവരുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം വെറും കിബിർ, അഹങ്കാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അഹങ്കാരത്തോടുകൂടിയാണ് ഈ സംഘം വരുന്നത്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആഅൻ നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹി വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. അല്ലാഹു തആല വിവരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ആകരുത് കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, സ്വന്തം നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവർ പുറപ്പെട്ടു, ബതറൻ, ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും, വരിആഅൻ നാസ്, ലോക ജനതയ്ക്ക് ശക്തി കാണിച്ചു കൊടുക്കാൻ, പെരുമ കാണിച്ചു കൊടുക്കാൻ, പെരുമയും പ്രകടനപരതയും ഉദ്ദേശിച്ചുകൊണ്ട് വന്ന സംഘം. അവരെപ്പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനെ തൊട്ട് ആളുകളെ തടയാൻ അതുദ്ദേശിച്ച സംഘമാണ് ഈ സംഘം. സുദീർഘമായ ആയത്താണ്. ആയത്തോതി ഞാൻ സാധാരണഗതിയിലുള്ള സമയവും കളയുന്നില്ല. അല്ലാഹു തആല ഇതൊക്കെ നുറുങ്ങായിട്ട് ഖുർആനിൽ അവിടെവിടെയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സൂറത്തുകളിൽ പതിനിൽക്കുന്ന ഈ ചരിത്രത്തിലൂടെ നമ്മൾ പോയാൽ ഒരുപാട് പാഠങ്ങൾ ബദർ നൽകുന്നുണ്ട്. റിആഉം ബതറും. എന്താ റിയാവും ബതറും? വലിയ സംഘമാണ്. പാട്ടുകാർ, ചെണ്ടമുട്ടുകാരും പാട്ടുകാരും, അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ട പെണ്ണുങ്ങൾ, നർത്തകിമാർ എല്ലാം കൂടിയിട്ടാണ് പുറപ്പാട് അവർക്കറിയാം. മദീനക്കാരെങ്ങനെ വന്നാലും 300 ചില്ലാനം ആളെ പുറപ്പെട്ടിട്ടുള്ളൂ. വളരെ ചെറിയ സംഘമാണ് അവരിൽ ഉള്ളത് എന്നുള്ള വിവരം അവരെടുക്കലുണ്ട്. കാരണം വാണിജ്യ സംഘത്തെ പിടിക്കാനല്ലേ. 10-70 പേരുള്ളൊരു വാണിജ്യ സംഘത്തെ പിടിക്കാൻ അത്ര തോന പേരൊന്നും മദീനത്തുനിന്ന് വരൂലല്ലോ. അതുകൊണ്ട് 70 അംഗങ്ങൾ വരുന്ന ഒരു വാണിജ്യ സംഘത്തെ പിടിക്കാൻ വന്ന സേന വളരെ ചെറുതായിരിക്കുമെന്നും ആയുധമുണ്ടാകില്ലെന്നും അവർക്കറിയാം. അവർക്കെതിരെ പുറപ്പെട്ടു വരുന്നത് ഏകദേശം 1000 പേർ. 1000 പേരുടെ നില 200 പേർ കുതിരക്കാരാണ്. അന്ന് കുതിരക്കാർ എന്ന് പറഞ്ഞാൽ വലിയ വാഹനാണത്. ഇന്നത്തെ ഏറ്റവും വലിയ വാഹനമായിട്ട് എണ്ണാൻ പറ്റുന്ന അന്നത്തേത് കുതിരനെ. കുതിരന്റെ മേലൊരു വാഹനമല്ല. വനീമത്ത് സ്വത്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് നൽകുന്ന വിഹിതത്തിന്റെ ഇരട്ടി കൊടുക്കും കുതിരക്ക്. ഇരട്ടി. ഒരു പോരാട്ട വീരന് ഓരി വെച്ച് കൊടുക്കുന്ന സൈനികമായ സമ്മാനങ്ങളിൽ ഇരട്ടി വിഹിതമാണ് ഒരു കുതിരക്ക്. എന്ന് വെച്ചാൽ
ഒരു മനുഷ്യൻ ചെയ്യുന്ന സേവനത്തെക്കാൾ ഇരട്ടി സേവനം ചെയ്യും യുദ്ധത്തിൽ ഒരു കുതിര. ചാട്ടം ഓട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മേലേക്ക് ചാടുക എന്നൊക്കെ പരിശീലിപ്പിക്കപ്പെട്ട കുതിര ഓടിയാൽ ചാടിയാൽ ഒരു നിവൃത്തി ഉണ്ടാവില്ല മനുഷ്യനവിടെ. അതുകൊണ്ട് യുദ്ധത്തിലെ പരാക്രമം മാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള ശക്തിയാണ് കുതിരക്ക് നൽകുന്നത്. അത്തരം കുതിരകൾ അവരുടെ കയ്യിൽ 200 ഉണ്ട്. ഒട്ടകങ്ങൾ 700 വാഹനമായിട്ട്. 700 200 900 ആയില്ലേ? ആകെ സംഘമുള്ളത് എത്രയാണ്? 950. 950 അംഗങ്ങൾ വരുന്ന സംഘത്തിന് 200 കുതിരകളും 700 ഒട്ടകങ്ങളും ഉണ്ടെങ്കിൽ ഒരൊട്ടകത്തിന്റെ പുറത്ത് 2 ആൾക്ക് എങ്ങനെയും കയറാം. ഇനി 2 ആളില്ലെങ്കിൽ ഊഴം വെച്ച് കയറിവെച്ചാൽ കുറെ ആളുകൾക്ക് കയറാം. ഈ സംഘം വരുന്നത് എത്ര പ്രൗഢിയോടെയാണ്, അഹങ്കാരത്തോടെയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് വഴിമാറിപ്പോയ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കച്ചവട സ്വത്തുക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞങ്ങളിതാ മക്കത്ത് നിർഭയം സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട നഫീറുകാരെ, നിങ്ങൾ തിരിച്ചു പോരുക, ഇനി നിങ്ങൾ അവിടെ പോകേണ്ടതില്ല, ഞങ്ങൾ രക്ഷപ്പെട്ട് മക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അവരെ ഇളക്കിവിടാൻ വേണ്ടി അയച്ച വാണിജ്യ സംഘത്തിന്റെ നേതാവ് അബൂ സുഫിയാൻ തന്നെ പറയുമ്പോഴും അബൂജഹൽ പറയുന്നു, കഴിയില്ല, പറ്റില്ല. ഞങ്ങൾ ബദറിൽ പോയി 3 ദിവസം താമസിച്ച് മദ്യപിച്ച് കൂത്താടി ആടി ആഘോഷിച്ചിട്ട് ഞങ്ങളൊരു 3 ദിവസം അവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടേ പോരൂ. ലോക ജനതയും ലോക രാഷ്ട്രങ്ങളും മുസ്ലിമീങ്ങളായ മദീനക്കാരും ഞങ്ങളുടെ ശക്തി ഒന്ന് കാണട്ടെ. ഇതാണ് അല്ലാഹു പറയുന്നത്, അന്നാസ്, ലോക ജനതയെ കാണിക്കാൻ വേണ്ടി. ലോക ജനത വന്ന് കാണട്ടെ എന്ന് അഹങ്കാരത്തോടുകൂടെ പുറപ്പെട്ട, എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ എമ്പാടുമുണ്ട് എന്നും കരുതിയിട്ട് പോകുന്ന ഈ ഒരു സംഘമാണ് ഒരു ഭാഗത്ത് വരുന്നത്. ആ സംഘം യുദ്ധത്തിന് പോയതല്ല. ബദറിൽ അവർ സാധാരണ കച്ചവടം നടത്തുമ്പോൾ ചന്ത നടത്താറുണ്ട്. ചന്ത എന്നറിയല് സൂക്ക് നായന അറബ് പറയുന്നത് ചന്ത. അത് ഞമ്മക്ക് പറഞ്ഞാൽ നമ്മളെ മമ്പാട്ട് നീർച്ച എന്നറിയല്ലേ? നീർച്ച കൊല്ലത്തിലൊരിക്കൽ പണ്ടൊരു നീർച്ച ഉണ്ടായിനല്ലോ, ഇപ്പൊ അതൊക്കെ കൂടി ഇല്ല. പണ്ടൊരു നീർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കുട്ടികൾ വളരുന്നത് അന്നാണ്. നമ്മളെ നാട്ടിലെ കുട്ടികൾ ചക്കരമുട്ടായി തിന്നില്ലേ? നമ്മളെ നാട്ടിൽ കമ്പർ മുട്ടായി മുട്ടായി ഉണ്ടല്ലോ, അത് പണ്ടൊക്കെ കമ്പർ മുട്ടായി ഇതല്ലേ നമ്മൾ പറയല്. ആ ചക്കരമുട്ടായി തിന്നൽ അന്നാണ്, ഹലുവ തിന്നൽ അന്നാണ്, നിലമ്പൂർ പാട്ടിന്റെ അന്നൊന്നും, പിന്നെ നമ്മളെ നീർച്ചന്റെ അന്നും. ഇതാണല്ലോ നമ്മളെ പണ്ടത്തെ കാലത്തെ നീർച്ച. പുതിയ തലമുറക്കതറിയില്ല, നമ്മളെ പഴയ തലമുറക്കറിയാവുന്ന നീർച്ച. ഈ നീർച്ച പോലെ വർഷത്തിലൊരിക്കൽ ലോകത്തുള്ള കച്ചവടങ്ങൾ ഒരുപാട് വന്നിട്ട് ചേർന്നിട്ട് ആളുകൾ ഒന്നിച്ച് വരുന്ന ഒരു ചന്ത ഉണ്ടാക്കാറുണ്ട്. ഇതിന് ചന്ത എന്നാ പറയാം. ഓർക്കാട്ടേരി ചന്ത എന്നറിയാറുണ്ട് വടക്കേ മലബാറിൽ. ഓർക്കാട്ടേരി ചന്ത അന്നുണ്ടാകും. എല്ലാ ലോകത്തെ വസ്തുക്കളും അവിടെ ഉണ്ടാവും. ലോകത്ത് നിർമ്മിക്കുന്ന വസ്തുക്കളൊക്കെ ഇത് ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും. അത്തരം ചന്ത നമ്മൾ ഇപ്പോഴത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയും തന്നെ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള ചന്ത നടക്കുന്ന വിശ്വപ്രശസ്തമായ സ്ഥലമാണ് ബദർ. ആ ബദറിൽ പോയിട്ട് ഞങ്ങൾ കുടിച്ചാടിയിട്ട് ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ട് ഞങ്ങൾ ആരാണെന്ന് കാണിക്കുമെന്നാണ് അബൂജഹൽ പറയുന്നത്. ആ അബൂജഹലിന്റെ സേന നിൽക്കുന്ന ബദറിലേക്ക് പോകണമോ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബാക്കളെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. ചോദിക്കാൻ കാരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഏതാണ്ട് 2 കിലോമീറ്റർ പിന്നിട്ട് ബിർ അബീ ഉത്ബ എന്ന് പറയുന്ന പ്രദേശത്ത് തമ്പടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ കൂടെ വന്ന അംഗങ്ങളെ ഒന്ന് വീക്ഷിച്ചു. ആരൊക്കെയുണ്ട് കൂടെ, അവരുടെ ശക്തി എങ്ങനെയൊക്കെയുണ്ട് നോക്കുമ്പോൾ ചില കുട്ടികളുണ്ട്. 14 വയസ്സുകാർ 13 വയസ്സുകാർ ആവേശത്തിൽ വന്നതാണ്. ഒരു യുവാവിന്റെ ആവേശം ചില കുട്ടികൾക്കുണ്ടാകുമല്ലോ, ചില കുട്ടികൾ കുമാരന്മാർ. അത്തരം കുമാരന്മാരും ആ കൂട്ടത്തിലുണ്ട്. പ്രായം തികയാത്തവർ, ആവേശത്തോടുകൂടെ വന്നവർ, ശത്രുക്കളെ പിടിക്കാൻ ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞവർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പ്രായം തികയാത്തവർ മാറി നിൽക്കണം. 14 വയസ്സുകാരെ ഒക്കെ നബി മാറ്റി. അക്കൂട്ടത്തിൽ ഒരു സ്വഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല നബിയേ. അദ്ദേഹം കരഞ്ഞു വാശി പിടിച്ചു, എനിക്കെങ്ങനെയും പോരണം, എനിക്ക് പ്രായം തികഞ്ഞിട്ടുണ്ട്, എന്റെ ശക്തി ഞാൻ കാണിക്കാം, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ശക്തനായ ഒരാളെ തരൂ. തങ്ങൾ അനുവദിച്ചിട്ടുള്ള ആൾ, തങ്ങൾ സമ്യത്തിൽ കൂടാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള ആ ആളെ തന്നാൽ ഞാനും അയാളും തമ്മിൽ മല്ലിട്ടാൽ, ഏറ്റുമുട്ടിയാൽ ഞാൻ അയാളെ കീഴ്പ്പെടുത്തിത്തരാം, പരാജയപ്പെടുത്തിത്തരാം, എന്റെ കഴിവ് ഞാൻ കാണിക്കാം. വെല്ലുവിളിയോടുകൂടെ ഈ കുട്ടി പറഞ്ഞപ്പോ, കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആവട്ടെ നീ പോരൂ എന്ന് പറഞ്ഞു. ആ ആൾ
ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളിൽ ഒരാളാകുന്നു. നോക്കണം നിങ്ങൾ അല്ലാഹു തആലാന്റെ നിയതി. അള്ളാഹുവിന്റെ നിയതി ജയിക്കുകയാണ് ഇവിടെ. പ്രായം തികയാത്ത ആളുകളെ മാറ്റി നിർത്താൻ റസൂലുള്ള ചിന്തിക്കുമ്പോഴും അള്ളാഹു ഇദ്ദേഹത്തെ ഷഹീദാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ട് റസൂലുള്ളാന്റെ സമ്മതം മേടിച്ചിട്ട് പോകുന്നു. ബാക്കി കുട്ടികളെയൊക്കെ മാറ്റി, കുട്ടികൾ ഒഴിച്ചു നിർത്തിയിട്ട് അള്ളാന്റെ റസൂല് എണ്ണി നോക്കുമ്പോ എത്ര പേരുണ്ട്? 313 പേർ. ആ 313 പേരാണെങ്കിലോ അള്ളാഹുവിന്റെ റസൂല് നോക്കുമ്പോ എന്താ അവരുടെ കയ്യിലുള്ളത്? 2 കുതിര. 2 കുതിര. വാഹനം എന്താണുള്ളത്? 70 ഒട്ടകം. 313 ആൾക്ക് 70 ഒട്ടകമാണ്. 313 ആളുകൾ 70 ഒട്ടകം കൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം? ഊഴം വെച്ച് പോകണം. ഓരോ ഒട്ടകപ്പുറത്ത് ഊഴം വെച്ചുകൊണ്ട് 3 ആളുകൾ 4 ആളുകൾ അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിക്കുമ്പോൾ റസൂല് മാറ്റി നിർത്തിയോ? ഇല്ല. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കുതിരയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കുതിരയും 2 കുതിരകൾ. ആ 2 കുതിരക്ക് പുറമെ ഒട്ടകങ്ങൾ 70 ഊഴം വെച്ചുകൊണ്ട് ആളേൽപ്പിക്കുകയാണ്. മുത്തനബിന്റെ കൂടെ നബി കയറുമ്പോൾ 2 പേർ ഒപ്പം നടക്കുകയാണ് തൊളിച്ചുകൊണ്ട്. ആരാണത്? ഒന്ന് നബിയുടെ ഒന്ന് നബിയുടെ പിതൃവ്യപുത്രൻ, നബിയുടെ ഇഷ്ടക്കാരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് മർസദ് റളിയല്ലാഹു അൻഹു. ചിലപ്പോൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഈ 3-4 പേർ ഇടയ്ക്ക് ഊഴം വെച്ചുകൊണ്ട് പോവുകയാണ്. ഊഴം വെച്ച് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഊഴം യാത്രക്ക് കഴിഞ്ഞാൽ നബിതങ്ങൾ ഇറങ്ങും. അലിയാര് കയറും. അലിയാരുടെ ഊഴം കഴിഞ്ഞാൽ മർസദ് കയറും. മർസദിന്റെ ഊഴം കഴിഞ്ഞാൽ അബൂലുബാബ കയറും. ഇങ്ങനെ ഊഴം കഴിഞ്ഞ് കയറുമ്പോ നബിന്റെ ഊഴത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുത്ത് നബിയേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സഹിക്കാം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നടക്കാം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കാലുകൾ കൊണ്ട് ചലിക്കാം, ഞങ്ങൾക്ക് ഭാരമില്ല, ഞങ്ങൾക്കൊരു കൊഴുവും പ്രയാസവുമില്ല. അതുകൊണ്ട് അങ്ങ് ഒട്ടകപ്പുറത്ത് ലക്ഷ്യസ്ഥാനം വരെ സഞ്ചരിച്ചോ, അത്രയും സമയം ഞങ്ങൾ നടക്കാന്ന് പറയുമ്പോ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴൂഴത്തിലുള്ള 2 പേരോട് പറയുന്നത്, മാ അൻതുമാ ബിഅഖ്വാമിന്നീ, നിങ്ങൾ 2 പേരും എന്നെക്കാൾ ബലമുള്ളവരല്ല, എന്നെക്കാൾ ശക്തന്മാരല്ല, എന്നെക്കാൾ നടക്കാൻ കഴിയുന്നവരല്ല. വലാ അന ബിഅഗ്നാ മിൻകുമാ, ഞാനാണെങ്കിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിലും പുണ്യത്തിന്റെ കാര്യത്തിലും ആഖിറത്തിൽ സ്വർഗം കിട്ടേണ്ട കാര്യത്തിലും നിങ്ങളെക്കാൾ ആവശ്യം തീർന്നവനുമല്ല. നിങ്ങളെപ്പോലെ എനിക്കും ആവശ്യമുണ്ട് കൂലിക്ക്. അതുകൊണ്ട് നടന്ന് കൂലി വാങ്ങാൻ നിങ്ങൾക്കുള്ളതുപോലെ അവകാശം എനിക്കുമുണ്ട്. നടക്കുന്ന കൂലി കിട്ടാൻ നിങ്ങൾക്കുള്ള പോലെ താല്പര്യം എനിക്കുമുണ്ട്. അതുകൊണ്ട് എന്റെ ഊഴത്തിൽ ഞാൻ കയറി ഇറങ്ങിയാൽ നിങ്ങൾ കയറിക്കൊള്ളണമെന്ന് ശഠിച്ചുകൊണ്ട് സഹയാത്രികരെ കയറ്റിപ്പോകുന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നോർത്തു നോക്കൂ. ലോക ചരിത്രത്തിൽ ഒരു നേതാവിനെ ഇങ്ങനെ കാണുമോ? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാ, ഞാനാണെങ്കിൽ കൂലി നിങ്ങളെ മാതിരി വേണ്ട ആളാണ്, നിങ്ങളെ മാതിരി എനിക്കും ശക്തിയുണ്ട്, പോവുക. ഇങ്ങനെയാണ് ഊഴം വെച്ച് പോകുന്നത്. ഈ ഊഴം വെച്ച് പോകുന്ന ആളുകൾ ബദറിലേക്ക് എത്താൻ വേണ്ടി എത്തുമ്പോ 313 ആളുകളെ മദീനത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട നബിതങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് നോക്കുമ്പോ നബിതങ്ങൾ തന്റെ പിന്നിലേക്കൊന്ന് നോക്കി. ഇവർ നിരക്കുന്നേരത്തേക്ക് നബിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ആരാണ് എന്റെ പിന്നിൽ നിൽക്കുന്നത്? വസ്ത്രം ധരിക്കാൻ ഒരു 2 കൂട്ട് വസ്ത്രത്തിന്റെ ഉടയാടകളിൽ 2 എണ്ണമില്ലാത്തവർ, ചെറിയ മുറിക്കഷ്ണം കൊണ്ട് മാത്രം ഔറത്ത് ധരിച്ചിട്ടുള്ളവർ, പാദരക്ഷ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പോലും കാലിൽ ചെരുപ്പില്ലാത്തവർ, തലയ്ക്ക് വേണ്ടി ആയുധങ്ങളില്ലാത്തവർ, ആകെ ഈ പറ്റം കൂട്ടക്കാരുടെ അടുക്കൽ 9 പടയങ്കികളാണ്. 9 പടയങ്കി. 313 പേർക്ക് വെട്ടും കുത്തും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പടയങ്കി 9 എണ്ണമായാൽ എന്താണ് 9 പടയങ്കി കൊണ്ട് കാണിക്കുക? വാളാണ് അറബികളുടെ സാധാരണമായ ആയുധം. നമ്മളെ പഴയ മാപ്പിളമാരുടെ, നമ്മളെ പഴയ ഏറനാട്ടുകാരില്, പ്രത്യേകിച്ച് പൂക്കോട്ടൂർ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്കൊരു കത്തി ഉണ്ടാവുമല്ലോ. ഈ മാപ്പിളക്കത്തിന്റെ അതേ രീതിയിൽ അറബികൾക്കൊരു വാള് കഴുത്തിൽ തൂക്കിയിട്ടുണ്ടാകും. അത് അറബികളുടെ ചിഹ്നമാണ്. അച്ചിഹ്ന പ്രകാരമുള്ള വാള് പോലും നബിയുടെ അനുയായികളുടെ കയ്യിൽ എത്ര എണ്ണമാണ്? 8 വാൾ. 313 ആളുകൾ പോകുമ്പോ അവരുടെ കയ്യിലുള്ളത് 8 വാളാണ്. ആലോചിക്കണം നമ്മള്. ഈ 8 വാളുമായി 9 പടയങ്കിയുമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ 313 പേർ ഇപ്പോൾ ഇതാ അവർ യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറായ വിധം, പോരാട്ടം വരുന്ന വിധം മുന്നിൽ നിൽക്കുകയാണ്.
അല്ലാഹുവിന്റെ റസൂൽ അവരുടെ എണ്ണമെടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത് ഫഹ്മിൽഹും, പടച്ചവനെ കാലിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ചെരുപ്പില്ലാത്തവരാണ് എന്റെ ഈ അനുയായികൾ, എന്റെ ഈ സുഹൃത്തുക്കൾ. അവർക്ക് നീ തിരിച്ചു പോരുമ്പോൾ വാഹനം കയറാനുള്ള ഒട്ടകങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായിട്ട് നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത് ഫക്സുഹും, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരാണ്. ഒരു ചെറിയ തുണ്ട് കഷ്ണം കൊണ്ട് ഔറത്ത് മറച്ചിരിക്കുന്നവരാണ് അധികം പേരും. കുപ്പായമിടാൻ വകയില്ല. വസ്ത്രം മറച്ച് ഔറത്ത് മറക്കാൻ തന്നെ ഇഷ്ടം പോലെ മറക്കാനിടയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന കാലത്ത് പോലും നബിതങ്ങൾ ഒരൊറ്റ തുണിയെടുത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അന്ന് 2 വസ്ത്രം ധരിക്കുന്നവർ എത്ര പേരാണ്? നമ്മൾ ധരിക്കുന്ന വസ്ത്രം വെച്ചിട്ടൊന്ന് ചിന്തിക്കണം. കുപ്പായത്തിന്റെ അടിയിലൊരു വസ്ത്രം, തുണിയുടെ അടിയിലൊരു വസ്ത്രം, മേലെ ഒരു വസ്ത്രം, തലക്കൊരു വസ്ത്രമൊക്കെ ഞാനൊക്കെ കെട്ടിയിരിക്കുന്നത് എത്ര വസ്ത്രമാണ്? ഒന്ന് അലക്കണമെങ്കിൽ എത്ര വസ്ത്രം അലക്കണം? അത് രാജ്യത്ത് മാറി വന്ന പരിതസ്ഥിതിയാണ്. നമ്മുടെ നാട്ടിലും ഒറ്റ തുണി എടുത്തുകൊണ്ട് കുപ്പായമിടാത്ത ധാരാളം ആളുകൾ എന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് എത്രയോ കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ കാലമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം. ഇവരെ നോക്കി നബി പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത് ഫക്സുഹും, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരാണ്, നീ അവരെ ധരിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉ ഫഅശ്ബിഉഹും, തീർക്കാൻ സാധനമില്ലാത്തവരാണ്. ഒന്നും അവരുടെ കയ്യിലില്ല. അറക്കാൻ ഒട്ടകമുണ്ടോ? അവരുടെ കയ്യിലൊന്നുമില്ലാത്തവരാണ്. ഫാസിബ്യഹും, അവർക്ക് നീ വിശപ്പടക്കാൻ വയറ് നിറക്കാൻ ഭക്ഷണം ഈ യുദ്ധത്തിൽ വെച്ച് നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ആല, കുടുംബം പോറ്റാൻ ആശ്രിതരുള്ള വലിയ കുടുംബനാഥന്മാരാണ് എന്റെ ഒപ്പം പോന്നിരിക്കുന്നവരധികവും. അവരെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ അവർക്കുണ്ട്. ഫഅഗ്നിഹിം മിൻ ഫളലിക്, നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ അവർക്ക് ജീവിതത്തിന്റെ ഉപാധി നൽകണേ, ഐശ്വര്യം നൽകണേ നാഥ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സംഘക്കാരെ സ്വഹാബാക്കളെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ ആരാണ് ബദരീങ്ങളെന്നും അവരുടെ കഷ്ടം എത്രയാണെന്നും ഓർക്കാൻ ഈ ചിത്രം ഒന്ന് മനസ്സിൽ നിരൂപിച്ചു നോക്കുക. ആരാണ് ബദരീങ്ങളെന്നും അവരുടെ കഷ്ടം എത്രയാണെന്നും ഓർക്കാൻ ഈ ചിത്രം ഒന്ന് മനസ്സിൽ നിരൂപിച്ചു നോക്കുക. മറുപക്ഷത്താരാണ്? മറുപക്ഷം ഏറ്റുമുട്ടുമ്പോ മറുപക്ഷത്തുള്ളവർ തിന്ന് സാപ്പിടുന്നത് കേൾക്കണം നിങ്ങൾക്ക്. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോ അബൂജഹല് 10 ഒട്ടകങ്ങൾ അറുത്തിട്ടാണ് തിന്നാൻ കൊടുക്കുന്നത്. 10 ഒട്ടകം. ഒട്ടകായി പറയണ്ടേ, ഒരൊട്ടകത്തിന്റെ ഇറച്ചി തന്നെ എത്ര ഉണ്ടാവും? ഈ ഒട്ടകം 10 അറുത്തിട്ട് തീറ്റുന്നു ഈ സൈന്യക്കാരെ മക്കത്തിൽ നിന്ന്. മക്കയിൽ നിന്നൊരൽപ്പം സഞ്ചരിച്ച് സുഫാനിലെത്തുമ്പോ ഉമയ്യത്ത് ബിൻ ഖലഫ് 9 ഒട്ടകങ്ങൾ അറുക്കുന്നു. ഖുദൈദിലെത്തുമ്പോ സുഹൈൽ ഇബ്നു അംർ 10 ഒട്ടകത്തെ അറുക്കുന്നു. ഖുദൈദിൽ നിന്ന് പോന്നിട്ട് ബഹറിന്റെ ഭാഗത്തിലൂടെ പോരുന്നു അവർ. അങ്ങനെ പോരുന്നതിനിടയിൽ വഴിയിൽ വെച്ച് സഞ്ചരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നില്ല. അപ്പോൾ ഓർത്തു ശൈബത്ത് 9 ഒട്ടകം. പിന്നീട് ജുഹ്ഫയിലാണ് നേരം പുലരുമ്പോ എത്തുന്നത്. അപ്പോൾ ഉത്തുബത്തറുത്തു 10 ഒട്ടകം. പിറ്റേന്ന് നേരം വെളുക്കുന്നത് അബവായിലാണ്. അപ്പൊ നബീഹും മുനബിഹും അർത്തു 10 ഒട്ടകം. അബ്ബാസ് എന്നവരും അർത്തു അഷറൻ 10 ഒട്ടകം. അങ്ങനെ ഒട്ടകം തിന്ന് കുറെ ഇപ്പുറം വന്നപ്പോ അബുൽ ബുഖ്തരി ഓർത്തു 10 ഒട്ടകം. ഒട്ടകം തന്നെ ഇത് കൂട്ടാനാണ് ഇറച്ചി കൂട്ടാനാകുമ്പോ ഭക്ഷണം എത്രയാണ്? ഈ ഭക്ഷണവും ഇറച്ചിയും ശാപ്പിട്ട് വരുന്ന കൂട്ടർ ഇടക്ക് 9 ഇടക്ക് 10 മറുക്കുന്നതിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ അവരുടെ എണ്ണം മതിച്ച് കണക്കാക്കിയത്. എങ്ങനെയാണ് അവർ അറുക്കുന്നത് എന്ന് നബി ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നു ഇടക്ക് 9 ഇടക്ക് 10. അപ്പൊ നബി പറഞ്ഞു ആളുകൾ ബൈന 1000ന്റെയും 900ന്റെയും ഇടയിലാണ്. പറയും പോലെ തന്നെ 950കളുടെ ഇടയിലാണ് ഈ സംഘം. തിന്ന് കൂത്താടിയ ഇവരുടെ വരവ്. ഇനി കുടിക്കാനാ പറയുന്നത്. കുടിച്ചാടാൻ പെണ്ണുങ്ങളുണ്ട്. തിന്ന് കുടിച്ച് കൂത്താടാൻ വേണ്ടി ബദറിലേക്ക് വരുന്ന ആ സംഘത്തെ തിന്നാനില്ലാത്ത, ഉടുക്കാനില്ലാത്ത, ധരിക്കാനില്ലാത്ത, ചെരുപ്പ് ധരിക്കാനില്ലാത്ത, വസ്ത്രം ധരിക്കാനില്ലാത്ത, വല്ലതും ശാപ്പിടാനില്ലാത്ത, കൊണ്ടുപോകുമോ ഒന്നുമില്ലാത്ത, ഏറ്റുമുണ്ടുമ്പോ പിടിക്കാൻ വാണില്ലാത്ത, പ്രതിരോധത്തിന് പടയങ്കിയില്ലാത്ത, പടത്തൊപ്പിയില്ലാത്ത നിരായുധരായ 313 പേർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം പോകുമ്പോ ഈ 2 സംഘങ്ങളും കൂടി തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ചിത്രം എങ്ങനെ വരും? അവിടെയാണ് ബദറിന്റെ ഓർമ്മ നമ്മെ നടുക്കേണ്ടത്. ഇത് നമ്മുടെ കൂട്ടരാണ്.
അള്ളാഹുവിന്റെ റസൂൽ ബദറിലെത്തി നിൽക്കുമ്പോ സ്വഹാബാക്കൾക്ക് വളരെ പ്രയാസമാണ്. അവർ ചിന്തിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് വേണ്ടി നബിനീലക അരീഷ, ഞങ്ങളൊരു പന്തലുട്ടി തരട്ടെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ നേതാവാണ്. അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അലാ നബിനീലക അരീഷ, നബി തങ്ങൾക്ക് ഞങ്ങളൊരു പന്തലിട്ടു തരട്ടെ. ആ പന്തലിൽ തങ്ങൾ നിൽക്കുക. അപ്പന്തലിന്റെ ഓരത്ത് തങ്ങളുടെ ഒട്ടകത്തെയും തങ്ങൾക്ക് വേണ്ട ഒട്ടകത്തിന്റെ എല്ലാ ഉടയാടകളെയും ഞങ്ങൾ ഒരുക്കി നിർത്താം. എന്തിനാണ് ഇത് ഒരുക്കി നിർത്തുന്നതെന്നറിയുമോ? ഈ പോരാട്ടത്തിൽ അവസാനം വരെ ഞങ്ങൾ പൊരുതും. ഇടയ്ക്ക് വെച്ച് അവരോട് മുഷാവറത്ത് ചെയ്യുമ്പോ ആ മുഷാവറത്തിന്റെ സമയത്ത് അവരുടെ അഭിപ്രായം കിട്ടാൻ വിധങ്ങൾ പലപ്പോഴും പറഞ്ഞു, എന്ത് വേണം നാം എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ പറഞ്ഞു മുന്നോട്ട് നീങ്ങാം, ഉമർ പറഞ്ഞു മുന്നോട്ട് നീങ്ങാം. നബി വീണ്ടും ചോദിക്കുകയാണ്. അബൂബക്കറും ഉമറും കൂടി പറഞ്ഞാൽ പിന്നെ വേറൊരാളെ ചിന്തിക്കാത്ത അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ അഭിപ്രായവും ആലോചനയും വീണ്ടും നടത്തുമ്പോ അൻസാരികൾക്ക് മനസ്സിലായി ഞങ്ങളെയാണ് നബി ഉദ്ദേശിക്കുന്നതെന്ന്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം പറഞ്ഞു, നബിയെ പേടിക്കേണ്ട, ഇയ്യാനാ തുരീദു, ഞങ്ങളുടെ പ്രതികരണമാണോ കിട്ടേണ്ടത്? ഞങ്ങൾ അൻസാരികളുടെ അതേ അൻസാരികളുടെ പ്രതികരണമാണെന്ന അർത്ഥത്തിൽ നബി തങ്ങൾ തലയാട്ടി. അപ്പൊ മിഖ്ദാദ് പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊരിക്കലും മൂസാ നബിയുടെ ജനത പോരാട്ടത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ അഭയമെടുക്കുമ്പോൾ നീയും എന്റെ റബ്ബും പോയിക്കോ, അല്ലെ ഞങ്ങൾ പോരൂല കൂടെ എന്ന് പറഞ്ഞു മൂസാ നബിയുടെ ജനത. അല്ലാഹു ഖുർആനിൽ ഉദ്ധരിക്കൊണ്ട്, ഇദ്ഹബ് വഅന്ത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ, ജബ്ബാറുകളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കാവൂല, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ കുത്തിരിക്ക, നിങ്ങൾ ജയിച്ചു വരീന്ന. മൂസാ നബിയും റബ്ബുപോയി, റബ്ബ് കാണാത്ത റബ്ബ്. പിന്നെ മൂസാ നബി ഒറ്റക്ക് പോയിട്ട് യുദ്ധം ചെയ്തു വന്നോ, ഞങ്ങൾ ഇവിടെ കുത്തിരിക്കാന്ന് പറഞ്ഞില്ലേ, അതാ മൂസാ നബിയുടെ ജനത. മൂസാ നബിയുടെ വിശ്വാസികളായ അനുയായികളായത് ആ ജനതയാണ് സംസാരിക്കുന്നത്. അള്ളാഹു അവരെ നട്ടം തിരിച്ചു. വർഷങ്ങളോളം അവരെ മരുഭൂമിയിലിട്ടു അള്ളാഹു തആല, തീഹിൽ. രാവിലെ ഒരു വഴിയിൽ നിന്ന് പുറപ്പെട്ടാൽ അവർ വൈകുന്നേരം ആ വഴിയിലേക്ക് തന്നെ തിരിച്ചു വരും. ആ വഴിയിലേക്ക് തിരിച്ചു വരുന്ന വിധം തീഹ് മരുഭൂമിയിൽ അള്ളാഹു വരട്ടു. അതിനിടയിൽ മൂസാ നബി വഫാത്തായി, ഹാറൂൻ നബി വഫാത്തായി, യൂശൈ നബി നബിയായി, അതൊക്കെ കഴിഞ്ഞു. എന്നിട്ടും തീഹി തന്നെ അവര് യുദ്ധത്തിന് പോകാത്തതുകൊണ്ട് ആ പറഞ്ഞ കൂട്ടക്കാരുടെ വാക്കാ മിഖ്ദാദ് ഉദ്ധരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പറയൂല, ഞങ്ങൾ പറയുന്നത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങൾ തങ്ങളുടെ കൂടെ വരാം, ഞങ്ങൾ അൻസാരികൾ ഒന്നൊഴിയാതെ കൂടെ വരാം, ഞങ്ങൾ എപ്പോഴും കൂടെ വരാം. സഅദ് ഇബ്നു മുആദ് ഒന്നുകൂടി പറഞ്ഞു, നബിയെ തങ്ങൾ മുന്നോട്ട് പോയിക്കോ, തങ്ങൾ അല്ല ബറക്കത്തില്ല, അള്ളാഹുവിന്റെ ബറക്കത്ത് പ്രകാരം മുന്നോട്ട് പോയിക്കോ. തങ്ങൾ മുന്നോട്ട് പോകുമ്പോ തങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു സമുദ്രത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് ആ സമുദ്രത്തിലേക്ക് തങ്ങൾ പ്രവേശിച്ചാൽ ലഹുനാമാക്ക, ഞങ്ങളും ആ സമുദ്രത്തിലേക്ക് തങ്ങളോടൊപ്പം മുങ്ങാൻ വരും. അങ്ങനെയാണ് അൻസാരികളുടെ പാരമ്പര്യം, അങ്ങനെയാണ് ഞങ്ങളുടെ മക്കളുടെ പാരമ്പര്യം, അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം, അങ്ങനെയാണ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം. ഞങ്ങളിത് തന്നെ പാലിക്കും, അൻസാരികളാണ് ഞങ്ങൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഫസുറ വജ്ഹു റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ പൗർണമിയെപ്പോലെ പൂർണ്ണചന്ദ്രനെ പോലെ നബിയുടെ വട്ടമുഖം ശോഭിച്ചു തെളിഞ്ഞ സന്തോഷം കൊണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ മിഖ്ദാദും സഅദ് ഇബ്നു മുആദും നബിയെ സന്തോഷിപ്പിച്ച് നബിയുടെ മുഖം തിളങ്ങിയ ആ രംഗം എന്നും ഞാൻ ഓർക്കുന്നു. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു നബിയെ സന്തോഷിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ദുനിയാവിൽ പിന്നെ മറ്റൊന്നും വേണ്ടാന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞത് ഈ സമയത്ത് നബിയുടെ ശോഭയാണ്. അങ്ങനെയാ നബിയും സ്വഹാബാക്കളും ചൊല്ലുന്നത്. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂലിനോട് സഅദ് ഇബ്നു മുആദ് പറയാൻ, ഞങ്ങളിവിടെ വരെ അരീശുണ്ടാക്കട്ടെ എന്ന്. ഹാജിമാരിൽ ബദർ സന്ദർശിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ളവർക്ക് ഇപ്പൊന്നും സൗഭാഗ്യമില്ല. കാരണം ഭരണകൂടം തടയും, ബദറിലേക്ക് പോകാനാവൂല. ആ ഭരണകൂടത്തിന്റെ ഒരു വല്ലാത്തൊരു വിചിത്രമായ രീതിയാണിത്. ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഏതെങ്കിലും കേന്ദ്രമുണ്ടെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനല്ലേ ഏത് രാഷ്ട്രങ്ങളും ശ്രമിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാനേ, അള്ളാഹുവിന്റെ റസൂൽ വഹ്യ് കിട്ടാൻ അള്ളാഹുവിന്റെ റസൂലിന് നിമിത്തമായ ഹീറ എന്ന ഗുഹ ഇന്നും അവിടെ ഉണ്ടല്ലോ, ജബലുന്നൂറിൽ. ജബലുന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ അള്ളാന്റെ റസൂല് ഇബാദത്ത് ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹ്യ് ആദ്യം കിട്ട ഹിറ എന്ന ഗുഹ ഇന്നുമുണ്ട്. ഈ ഹിറാ ഗുഹയുടെ പേരിൽ ഹിറാ നഗർ എന്ന് നമ്മുടെ നാട്ടിൽ സമ്മേളനത്തിന് നഗറുണ്ടാക്കിയവർക്ക് ഹിറാ ഗുഹയിൽ പോകുന്നത് ഇഷ്ടമല്ല. ഹിറാ ഗുഹയിൽ പോകുന്ന അവർക്ക് പഥ്യവും അവർ അംഗീകരിക്കില്ല.
അവിടുത്തെ ഭരണകൂടം അംഗീകരിക്കില്ല. ഹിറാ ഗുഹയിലേക്ക് കയറാൻ ചെല്ലുന്നിടത്ത് മുത്തവ്വമാരിങ്ങനെ നിൽക്കുക. അവിടുത്തെ മൂല്യന്മാര് സർക്കാരിന്റെ ഇവിടെ പോകുന്നതിലൊരു പുണ്യമല്ല, അവിടെ ഒരു കുന്തമല്ല, അവിടെ ഒരു മലയുള്ളൂ, അവിടെ അതേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂല് കയറിയ സ്ഥലം, തങ്ങൾക്ക് വഹി വന്ന സ്ഥലം, തങ്ങൾ വഹി വരാൻ വേണ്ടി ടോർച്ചെടുക്കാതെ, ലൈറ്റില്ലാതെ, വെളിച്ചമില്ലാതെ, കൂരാക്കൂരിട്ടത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇരുന്നിട്ട്, അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്ത് ചെയ്ത ഒരു കേന്ദ്രത്തിൽ, മാസക്കണക്കിന് കേന്ദ്രത്തിൽ, അവിടേക്ക് അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുകൊടുത്ത ഖദീജ റളിയല്ലാഹു അൻഹയുടെ യാത്ര ചരിത്രത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കണ്ണുനീരൊഴുകാതെ വായിക്കാൻ കഴിയില്ല. ആരാ ഖദീജ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ. ആ ഖദീജ അള്ളാഹുവിന്റെ റസൂലിന് അന്ന് ഭക്ഷണം കയറ്റിക്കൊടുക്കുകയാണ് ആ മലയിലേക്ക് കയറിയിട്ട്. ഈ മല എങ്ങനെ കയറും ഒരു പെണ്ണെന്ന് ആലോചിക്കാൻ ഇന്നൊരു ചെറുപ്പക്കാരൻ ആ മലയിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. കുത്തനെയുള്ള മല, പാകിസ്ഥാനികൾ വർഷങ്ങളായി പടവുകളുണ്ടാക്കി, കല്ലുണ്ടാക്കി, ചുവടുകളുണ്ടാക്കി കയറാനുള്ള മാർഗങ്ങൾ സ്വകാര്യമായി സിമന്റിട്ട് കൊണ്ട് നടന്നിട്ടും വളരെ പ്രയാസപ്പെടണം. എന്നെ ഒരുപാട് ആളുകൾ, എന്റെ സുഹൃത്തുക്കൾ ചുമന്നും ഏറ്റിയും കുത്തിയും വടികുത്തിയും ഒക്കെ പോയിട്ട് അവിടെ എത്തിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുപാദം സ്പർശിച്ച, തിരുകരം സ്പർശിച്ച, നബിയുടെ മേനി തൊട്ട ഒരു മണ്ണ് എന്ന് മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എങ്കിൽ അത് ഹിറാ ഗുഹയും സൗറു ഗുഹയുമല്ലാതെ ലോകത്തൊരു സ്ഥലം കാണില്ല. മത്താഫിൽ പോലും നബിയുടെ കാല് പതിഞ്ഞ സ്ഥലം ഇന്ന് കിട്ടൂല. നബി തങ്ങൾ നടന്ന മദീനത്തെ മണ്ണിൽ പോലും നബിയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം കിട്ടൂല. സ്വഫാ മറുവയിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് പതിഞ്ഞ സ്ഥലം കിട്ടൂല. പരിഷ്കാരത്തിന്റെ ലെവലിൽ നമ്മളിപ്പോ വെയിലിന്റെ ചൂട് പോലും നിൽക്കാത്ത മാർബിളുകളെ കൊണ്ട് മതാഫുകളും സഅയ് ചെയ്യുന്ന മസ്തകളും ശരിയാക്കപ്പെട്ട ഈ കാലത്ത് മുത്തനബിയുടെ മുഖം വെച്ച, മുത്തനബിയുടെ രത്നപാദം വെച്ച, മുത്തനബിയുടെ തിരുകരം സ്പർശിച്ച, മുത്തനബി സുജൂദ് ചെയ്ത ഒരു മണ്ണും പാറയും എന്ന് കാണാനും മുത്താനും മണക്കാനും കിട്ടുന്ന ഒരു സന്ദർഭം ഒരു വിശ്വാസിക്ക് എത്ര വലിയ സന്ദർഭമാണ്. ആ സന്ദർഭത്തിന് വേണ്ടി ഒരു സഊദിയുടെ ഭരണകൂടം അങ്ങോട്ട് കയറുന്നത് വിലക്കുന്നു എന്ന് വന്നാൽ എന്താണ് ആ ഭരണകൂടത്തിന്റെ ഒരു നില? ലോകത്ത് വേറെ ഏതെങ്കിലും മതക്കാരോ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലോ അങ്ങനെ കാണുമോ? നമ്മളെ രാജ്യത്ത് കാണുമോ? ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയല്ലേ ഇത്തരം സ്ഥലങ്ങളൊക്കെ? അവിടെ കയറി നോക്കണ്ടേ? ആ ഗുഹയിൽ നബി സുജൂദ് ചെയ്ത ഇടത്തിലേക്ക് നിന്നാൽ ഇബ്രാഹിം നബി പടുത്ത കഅബ നമ്മളെ കണ്ണുകൊണ്ട് ഇന്നും കാണാം. അന്ന് കണ്ടിരുന്നത് ഇന്നും കാണാം. ബിൽഡിങ്ങുകൾ വന്ന്, കുമിളകൾ വന്ന്, വമ്പിച്ച മാറ്റങ്ങൾ വന്നിട്ട് ഇന്ന് ആ ഗുഹയിലിരുന്ന് തങ്ങൾ സുജൂദ് ചെയ്ത കേന്ദ്രത്തിലെ ഒരു ദ്വാരത്തിലൂടെ നോക്കിയാൽ പരിശുദ്ധ കഅബയുടെ ആ പൊലിവ് ഇന്നും കാണാൻ, പരിശുദ്ധ കഅബയുടെ കറുപ്പ് ഇന്നും കാണാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് നബി തെരഞ്ഞെടുത്ത ഹിറാ ഗുഹ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തെരഞ്ഞെടുക്കാൻ അവസരവും തൗഫീഖും നൽകിയതെന്ന് വിശ്വാസികളൊന്ന് ഓർത്തു നോക്കണ്ടേ? അവിടെയാണ് കയറാൻ അനുവദിക്കാത്തത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബദറിൽ പോകാനും ഇന്ന് സാധ്യമല്ല. അതിനും തൗഫീഖുണ്ടായി. അല്ലാഹു തആലാന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ ബദർ പറയുന്നതല്ലേ, അതുകൊണ്ട് കിട്ടിയ തൗഫീഖായിരിക്കും. എങ്ങനെയോ പോയി ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് മീഖാത്തും തെരഞ്ഞു പോയപ്പോ നമ്മളെ വണ്ടി കണ്ടിട്ട് ബദറിലേക്ക് എത്തും. ആരോ ഒപ്പിച്ചിട്ട് ബദറിലെത്തി. പോകുമ്പോൾ പുറപ്പെടുമ്പോൾ അറിയില്ല. ബദറിലെത്തി, ബദർ കണ്ട് ആ അരീഷിന്റെ പ്രദേശത്ത് ഇന്ന് മസ്ജിദുൽ അരീഷ് എന്ന പേരിൽ ഒരു പള്ളിയാണ്. വല്ലപ്പോഴും സന്ദർഭം കിട്ടുന്ന ആളുകൾക്ക് ചരിത്രത്തിന്റെ ഓർമ്മകളിൽ ഇന്നും കാണാം മസ്ജിദുൽ അരീഷ്. അരീഷ് എന്ന അതിന്റെ അർത്ഥം പന്തൽ. അന്ന് നബിക്കിട്ട് കൊടുത്ത പന്തൽ. ആ പന്തലിട്ട സ്ഥാനത്ത് ഇന്ന് സ്ഥാപിച്ച മസ്ജിദുൽ അരീഷ് എന്നിടത്ത് നിന്ന് പോരാട്ടം നടക്കുന്നിടത്തേക്ക് മീറ്ററുകളുണ്ട്, മീറ്ററുകളുടെ ദൈർഘ്യമുണ്ട്. അവിടെ നബിക്കിട്ട് കൊടുക്കാൻ സഅദ് ഇബ്നു മുആദ് പറയുന്ന കാരണം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ബദറും ഓർക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ അരീശാക്കി തന്ന് തങ്ങളവിടെ താമസിക്കുക, ഒട്ടകം നിർത്താം, ഒരുക്കി നിർത്താം തങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ സഅദ് ഇബ്നു മുആദ് പറയാണ് കാരണമുണ്ട്. ഞങ്ങൾ അവസാനം വരെ പൊരുതും, ഒരാളില്ലാതെ മരിക്കും എന്ന് വെച്ചോളൂ. എങ്കിൽ തങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി തരുന്ന ആ വാഹനപ്പുറത്ത് കയറിയിട്ട് മദീനത്തേക്ക് തങ്ങൾക്ക് മടങ്ങാം. എന്തിനെ? മദീനത്തിരിക്കുന്ന ജനങ്ങൾ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നവരാണ്.
ഈ യുദ്ധം അവർ പ്രതീക്ഷിച്ചതല്ല, ഈ പോരാട്ടം അവർ നനച്ചതല്ല. നമ്മൾ യുദ്ധത്തിന് പോന്നതല്ലല്ലോ, വാണിജ്യ സംഘത്തെ പിടിക്കാൻ പോന്നതല്ലേ, യുദ്ധം യാദൃച്ഛികമായി സംഭവിച്ചതല്ലേ. അതുകൊണ്ട് പോരാതിരിക്കുന്ന ആളുകൾക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനോ തങ്ങളെ വിശ്വസിക്കാനോ തങ്ങളെ കാണാനോ ഞങ്ങളെക്കാൾ ഇഷ്ടമുള്ള ഞങ്ങളെക്കാൾ പിരിശമുള്ള തങ്ങളുടെ അനുയായികളെ തങ്ങൾ രക്ഷപ്പെടുത്താൻ തങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ ഒന്നൊഴിയാതെ മരിച്ചാലും തങ്ങളന്ന് അവിടെ ശരിക്കും ദീന് നടത്താൻ വേണ്ടി മദീനക്ക് തിരിച്ചു പോകാൻ ഒരു കേന്ദ്രമായി അരീശൊരുക്കാമെന്ന് പറയുമ്പോ പോരാട്ടത്തിനിറങ്ങുന്ന സ്വഹാബിയുടെ മനസ്സിൽ തിരിച്ചു വരാനുള്ള മനസ്സില്ലാത്ത അത്രയും ശക്തി കുറഞ്ഞ അവരുടെ അന്നത്തെ കഴിവിന്റെയും ബലത്തിന്റെയും ചിത്രം എത്രയാണ് ഒന്നാലോചിക്കുക. നബിക്കും അത് ബോധിച്ചു. ആ അരീശിലിരുന്നിട്ട് നബി തങ്ങൾ നടത്തുന്ന യുദ്ധം പ്രാർത്ഥനയുടെ യുദ്ധമാണ്. വാളിന്റെ യുദ്ധം മാത്രമല്ല യുദ്ധം, ഉപകരണങ്ങളുടെ യുദ്ധം മാത്രമല്ല യുദ്ധം. ഉപകരണങ്ങളുടെ യുദ്ധത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന യുദ്ധത്തിലെ ഒരു വലിയ മുറയാണ്. നമ്മൾ കരുതും നമ്മളെ കൊണ്ടാവൊക്കെ നടന്നത് ഞാനങ്ങോട്ട് ഓടിയിട്ടേ, ഞങ്ങളങ്ങോട്ട് പറഞ്ഞിട്ടേ, ഞങ്ങളങ്ങോട്ട് ചെയ്തിട്ടേ, ഞങ്ങളങ്ങോട്ട് പിടിച്ചിട്ടേ എന്നറിയും. ഞങ്ങളങ്ങോട്ട് പിടിച്ചിട്ടേ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ അമ്മ അവിടെ ദ്വാരന്നിട്ടുണ്ടാവും, നമ്മളെ വയസ്സായ ഒരു കാരണോല് ദ്വാരന്നിട്ടുണ്ടാവും. ആ ദ്വാ നമ്മൾ ചിന്തിക്കൂല. ഇവിടെ നിന്ന് പോയി നമ്മൾ നേടുന്ന വിജയങ്ങളൊക്കെ നമ്മളെ സൂത്രം കൊണ്ട്, നമ്മളെ നിയന്ത്രണം കൊണ്ട്, നമ്മളെ വൽപ്പത്തരം കൊണ്ടാ ജയിച്ചാല്. തോറ്റാലും നമ്മളെ വൽപ്പമല്ല, നമ്മളെ ദോഷമായിട്ട് ആരും ഉണ്ടൂല. അത് വേറുള്ളവന്റെ മേൽ ചോക്കും. അങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് മറ്റേതായിട്ട് നമ്മൾ നിൽക്കൂല. ജയിച്ചാൽ നമ്മളെ സ്വന്തം കഴിവ്. ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാർക്ക് ദുആയുടെ വില അറിയൂല. അള്ളാഹുവിന്റെ റസൂൽ അരീശിലിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കയ്യുയർത്തിയ റസൂലുള്ളാന്റെ കയ്യുകൾ ഉയർന്നു 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 പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ ദുആ ചെയ്യുന്നത് എന്താണ്? പടച്ചവനെ അൻജിസ് മൗഇദക്, അൻജിസ് മൗഇദക്, നീ എനിക്ക് വാക്ക് നൽകിയതാണ് സഹായം. ആ സഹായം വേഗം തരണം, ആ സഹായം വേഗം തരണം, ആ സഹായം വേഗം തരണം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. ഈ കൊച്ചു സംഘത്തെ നീ മണ്ണിൽ, നീ പോരാട്ടത്തിന്റെ മണ്ണിൽ നശിപ്പിച്ചാൽ നാഥാ, ഈ കൊച്ചു സംഘം നശിച്ചാൽ മേലിൽ ഖിയാമം വരെ നിന്റെ ഇബാദത്ത് ഭൂമിയിലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അള്ളാന്റെ റസൂലിൻ പറയുന്നത് ഈ സംഘം നശിച്ചാൽ നിന്റെ ഇബാദത്ത് ഭൂമിയിലില്ല. വിശ്വാസികൾ മുഴുവൻ അവിടെ ഉണ്ടോ? ഇല്ല. മദീനത്തുള്ള വിശ്വാസികളുടെ ചെറിയ ഒരു ശതമാനമാണ് നബിയുടെ കൂടെ വന്നത്. ആ വിശ്വാസികൾ നശിച്ചാൽ ഫലം തുഅബദ ഫിൽ അർളി അബദ, പിന്നെ നിന്റെ ഇബാദത്ത് ഈ ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ നടക്കില്ല എന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾ, ഇന്ന് നമ്മളടക്കമുള്ള വർത്തമാന തലമുറയിലെ ലോക ജനതകൾ മുഴുവൻ ഇബാദത്തെടുക്കുന്നത് ബദരീങ്ങളുടെ വിജയം കൊണ്ടും ബദരീങ്ങൾ സഹായിച്ചതുകൊണ്ടും ബദരീങ്ങൾ അന്ന് വിജയം നേടിയതുകൊണ്ടുമാണെന്ന് ഖാല റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുക അവിടെ, ബദരീങ്ങൾ അന്നെങ്ങാനും വിജയിച്ചില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പിന്നൊരു കുട്ടി വരൂല. മൂക്കിൽ വലിക്കും ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ അന്ന്. പക്ഷേ ബദറിലെ ജയം കിട്ടിയപ്പോഴോ 1000-ഓളം വരുന്ന സായുധപാണികളായ ജനങ്ങളോട് 8 വാളുമായി പോയി, 9 പടയങ്കിയുമായി പോയി, ഊഴം വെച്ച് യാത്രയെന്ന് ധരിക്കാൻ വസ്ത്രമില്ലാത്ത ഈ മുഠാള ദരിദ്രന്മാർ അവരെ ജയിച്ചത് വല്ലാത്ത ഒരു ജയമാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെ അന്ന് കണ്ടിട്ട് ആളുകൾ പറയണം. അന്ന് കണ്ടിട്ട് ആളുകൾ പറഞ്ഞപ്പോഴാണ് ഇസ്ലാമിലേക്ക് വന്നത്. അതാ ബദറിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ മഹിമ. നമ്മൾ മനസ്സിലാക്കുന്ന മഹിമ ബദറിന്റെ കേളിയാണ് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്. ബദറിൽ മുസ്ലിമീങ്ങൾ എത്ര ആളുണ്ട് നോക്കാന് അവിശ്വാസികൾ ഉമൈർ ഇബ്നു വഹബ് എന്നറിയുന്ന ഒരാളെ വിട്ടു. അയാൾ തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് തമ്പടിച്ച പ്രദേശത്തൂടെ ഒന്നിങ്ങനെ കറങ്ങിയിട്ട് പറഞ്ഞ് 300 ആള് ഏറിയാരും ലേശം ഏറും അല്ലെങ്കിൽ ലേശം കുറയും. 300 ആള് 313 അല്ലേ? 313 ലേശം ഏറിയുള്ളൂ. 300 ആളുണ്ട്, 313 ആള്. 313 ആളെപ്പറ്റി ഇദ്ദേഹം കുതിരപ്പുറത്ത് ചുറ്റും കറങ്ങിയിട്ട് അസ്കറിലൂടെ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഏറിയാൽ ഒരു 300 ആള് യസീദൂന ഔ യങ്കൂസൂന, ഒന്നുകിൽ അതിൽ വേറു അല്ലെങ്കിൽ ചുരുങ്ങും. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നി, അല്ലട്ടോ ഒന്നുകൂടി നിൽക്കി, ഞാന് അവർ ഒളിഞ്ഞു കുത്തിരിക്കുന്ന വല്ല സേനയോ വേറെ വല്ല ഗോത്രക്കാരും പിന്നിൽ വരുന്നതോ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ, ഒന്ന് നോക്കി വരാൻ ലേശം കൂടി അനുവാദം തരണം. ഇയാൾ പോയി
ചുറ്റുഭാഗവും ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളും ഏതെങ്കിലും പിന്തുണ സൈന്യങ്ങൾ വന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരതാൻ പറ്റുന്നിടത്തൊക്കെ പരതി വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഇവർ മാത്രമേയുള്ളൂ. ഈ 300 ആള്, ഈ 300 ആളപ്പുറം ഒരാളുമില്ല. 1000 ആളുകൾ തുള്ളിച്ചാടി, അബൂജഹൽ തുള്ളിച്ചാടി, നൃത്തം ചവിട്ടി. 10-300 ആള് നമ്മൾ ആയുധപാണികളായ ഈ 1000 ആൾക്ക് 300 ആൾ എന്താ? പക്ഷെ ഇദ്ദേഹം സാവകാശം ഒരൽപ്പം നിന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഖദ് റഅയ്തുൽ ബലായ തഹ്മിലുൽ മനായ. ഞാൻ കണ്ട 300 ആള് വല്ലാത്ത മത്സന്മാരാ. ഓരുടെ വാഹനം 70 ഒട്ടകം, വല്ലാത്ത ഒട്ടക. തഹ്മിലുൽ മനായ, മരണവും ചുമന്നുകൊണ്ട് അവർ വന്നിരിക്കുന്നത്, മരണങ്ങളുമായാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ ചുമടുകൾ മരണമാണ്. നവാദ് ഹയസ്രിബ് തഹ്മിലുൽ മൗതൻ നാഖിർ, വളരെ പെട്ടെന്ന് നമ്മെ തുടച്ചു നീക്കുന്ന മരണം. യസ്രിബിലെ, യത്രീബ് മദീനക്ക് അവർ പറയുന്ന പേരതാണ്. യസ്രിബിലെ ആ തേക്കൊട്ടകങ്ങൾ, വെള്ളം തേക്കാൻ ഉപയോഗിക്കുന്ന ചവാല ഒട്ടകങ്ങൾ മരണവുമായിട്ടാ വന്നത്. ഖൗമുൻ ലൈസ മഅഹും ലൈസ ലഹും മൻഅ വലാ മൽജ, അവർക്ക് അവലംബമില്ല. പേരല്ലാത്തവനെന്ത് തീപ്പൊരിയാന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാണ് ഈ സംസാരിക്കുന്നത്. അവർക്ക് അവലംബമില്ല, ചെന്നുകൂടാൻ അഭയമില്ല, ഇനി നോക്കാൻ ആളില്ല. ഇല്ലാ സുയൂഫുഹും, കയ്യിൽ പിടിച്ച വാള് വളരെ കുറഞ്ഞ ആളുകൾക്കുണ്ട്, ആ വാളല്ലാതെ മറ്റൊന്നുമില്ല. വല്ലാഹി, അല്ലാഹുവാണ്, മാ അറാ അൻ യുഖ്തല റജുലുൻ മിൻഹും ഹത്താ യഖ്തുല റജുലൻ മിൻകും, അവരിൽ നിന്ന് ഒരാള് നമ്മളെ കൈക്ക് മരിക്കണോ അയാള് മറ്റൊരാളെ കൊല്ലും. ഒരാൾ അവരിൽ നിന്ന് മരിക്കണോ, ആ കൊല്ലുന്ന ആളെയോ മറ്റൊരാളെയോ ഇയാള് കൊല്ലാതെ അയാൾ കൊല്ലപ്പെടൂല. അപ്പൊ 300 ആള് കൊല്ലപ്പെടണമെങ്കിൽ 300 ആള് നമ്മളിൽ നിന്ന് മരിക്കണം. അതുകൊണ്ട് എണ്ണിക്കോ. അദ്ദേഹം പറയാ, ഫൈദ അസ്വാബൂ മിൻകും അഅദാദഹും, അങ്ങനെ 300 പേർ അവർ മരിക്കാൻ, ഒരു 300 പേർ നമ്മളിൽ നിന്ന് പകരം കൊന്നിട്ട് അവർ മരിക്കൂന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ നമ്മളിൽ നിന്ന് 300 പേര് പോയാൽ ഫമാ ഖൈറുൽ ഐശി ബഅദ ദാലിക്, പിന്നെ ജീവിതത്തിന് എന്തു നന്മയും ഗുണവും സുഖ. ഫറൂ റഅയക്കും, അതുകൊണ്ട് ചിന്തിച്ച് അഭിപ്രായം പറഞ്ഞോളൂ, ഈ പോരാട്ട സേനയുമായിട്ട് പോരാടണോ? ഇതാ ബദരീങ്ങൾ. ഈ ബദരീങ്ങളുമായി പോരാടണമെന്ന് ചിന്തിച്ചോ? നമ്മൾ 1000 പേരുണ്ട്, ശരിയാ. തിന്നാൻ ഒട്ടകമുണ്ട്, ശരിയാ. മുതലാളിമാരുണ്ട്, ശരിയാ. ഓരോരുത്തർക്ക് ദാനം 70 ആളുകളെ അവരിൽ നിന്ന് പിടിച്ചിട്ട് ദണ്ഡം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചപ്പോ പൊന്നിന്റെ കൂമ്പാരങ്ങളല്ലേ ഓരോരുത്തം കൊണ്ടുവന്നത്? 100 ഊക്കിയ പൊന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് റസൂലുള്ളാഹ്. 100 ഊക്കിയ പൊന്ന്. 100 ഊക്കിയ പൊന്ന് എന്ന് പറഞ്ഞാൽ എത്രങ്ങാനും പവണ്ടാവുന്ന? ഇതൊക്കെ നാണയങ്ങൾ, സ്വർണത്തിന്റെ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നമ്മളെ നിൽക്കേണ്ട നാണയമല്ലത്. 50 പൈസ നമ്മളത് നിൽക്കണ, ആ നിൽക്കേണ്ട നാണയമല്ല. അന്ന് സ്വർണം വെള്ളിയ നാണയമുള്ളൂ. ഇവിടെ കയ്യിൽ കൊടുത്ത നാണയത്തിന് സ്വർണത്തിന്റെ പേരാ ദീനാർ. അത്രയുള്ള ദീനാറുകളാണ് ഇവർക്കൊക്കെ കയ്യിലുള്ള പണം. ആ പണമുള്ള സംഘത്തിൽ നിന്ന് ഓരോരുത്തരും മരിക്കണമെങ്കിൽ അവരിൽ നിന്നൊരാൾ പോയാൽ നമ്മളിൽ നിന്നൊരാൾ പോകും. എന്നാ പിന്നെ എന്താ വേണ്ടൂന്ന് ചിന്തിച്ചോ? ഇത് കേട്ടപ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഹക്കീം ഇബ്നു ഹിസാം, അയാൾക്കൊരു ഹിക്മത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂല് അയാൾ ഒരു പ്രത്യേക ഒട്ടകപ്പുറത്ത്, ചുവന്ന ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ പറഞ്ഞു, ഓല കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു തന്റേടോ ചിന്ത ഉണ്ടെങ്കിൽ ആ ചുവന്ന ഒട്ടകപ്പുറത്ത് പോകുന്ന ആൾക്കുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ ആളാ ഹക്കീം ഇബ്നു ഹിസാം. അള്ളാന്റെ റസൂലിന്റെ മണവാട്ടി ഖദീജ ബീവിയുടെ സഹോദരനാണ് ഹിസാം. ആ സഹോദരന്റെ മകനാണ് ഹക്കീം. അപ്പൊ റസൂലുള്ളാന്റെ അളിയന്റെ മകൻ, നമ്മളെ ഭാഷയിൽ അളിയന്റെ മകൻ, തങ്ങളെ ഭാര്യ സഹോദരന്റെ മകനാ ഹക്കീം. ഇദ്ദേഹം പിന്നീട് വിശ്വസിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, പിന്നെ വിശ്വസിച്ച സ്വഹാബിയാണ്. ആ ഹക്കീം പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സനായ ഉത്ബത്തിനോട് ചെന്നിട്ട്, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഷെയ്ഖ്, മഹാനായ ഷെയ്ഖ് വയസ്സൻ, ചിന്തയും നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചങ്ങാതിനോട് പറയാ, ആ ചങ്ങായി അബൂജഹലിനാ പറയുന്നത്, നിങ്ങൾ ആ ചങ്ങായിനോട് പറയാ, ഇബ്നുൽ ഹൻദലിയ എന്നാ ഉപയോഗിച്ച്, ഇബ്നുൽ ഹൻദലിയ. അബുൽ ഹക്കം എന്നാ അവർ നേരിട്ട് കേൾക്കുമ്പോൾ വിളിക്കല് അബുൽ ഹക്കം. അപ്പം വിളിച്ച ഇബ്നുൽ ഹൻദലിയാണ്. ആ ആട്ടങ്ങക്കാരന്റെ മകൻ എന്നാണ് എന്റെ പരിഭാഷ. ആ ആട്ടങ്ങക്കാരന്റെ മകനോട് പോയിട്ട് പറ, നമ്മൾ ഈ സംഘമായിട്ട് പോയിട്ട് ഇത്രയും ആൾക്കാരെ നമ്മൾ വെറുതെ കുരുതി കൊടുക്കാൻ വേണ്ടി പോകണോ? നമ്മളെ സംഘം ജയിച്ചു പോയില്ലേ?
രക്ഷപ്പെട്ടു പോയില്ലേ? വാണിജ്യ സംഘത്തെ രക്ഷിക്കാനല്ലേ വന്നത്? അവർ മക്കത്ത് എത്തേണ്ടടുത്ത് എത്തില്ലേ? നമ്മുടെ സ്വമ്പത്തും എത്തിയില്ലേ? ഇനി നമ്മൾ എന്തിനാ മരിക്കാൻ പോണ്? ഒന്ന് ചെന്നിട്ട് പറ എന്ന് ഉത്ബത്ത് നേതാവിനെ ചെന്ന് കണ്ടു പറഞ്ഞപ്പോ ഉത്ബത്ത് ഒരു ദൂതനെ അയച്ചു അബൂജഹലിന്റെ അടുത്ത്. അബൂജഹലിനോട് ചെന്നിട്ട് പറഞ്ഞു അബുൽ ഹക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ബഹുമാനപൂർവ്വം പറഞ്ഞു. അബുൽ ഹക്കം വയസ്സനല്ല, പക്ഷെ ചിന്ത ഉള്ള ആളാ, അറിവ് ഉള്ള ആളാ, ഓല കൂട്ടത്തിൽ വലിയ ആൾ അയാളാണ് ഓല വെപ്പ്. അത് വെച്ചിട്ട് ഓല ആദരിക്കുക അബുൽ ഹക്കം. അബുൽ ഹക്കം നമ്മളിപ്പോ ഈ ഋതുബ പറയുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പോകാതിരിക്കുക നല്ലത് എന്ന് കേട്ടേക്ക് അബുൽ ഹക്കം പറഞ്ഞ് വല്ലാഹി ഇന്തഫഹ സഹറുഹു, ഓന്റെ ചങ്കും കൊല്ലിയും വണ്ണം വെച്ചു. ഇപ്പൊ തന്നെ ഋതുബന്റെ ചങ്കും കൊല്ലിയും വണ്ണം വെച്ചിരിക്കുകയാണ് മുഹമ്മദിനെ പേടിച്ചിട്ട്. മുഹമ്മദിന്റെ സേനയെ കണ്ടപ്പോഴത്തിന് ചങ്കും കൊല്ലിയും വണ്ണം വെച്ചിരിക്കുന്നു ഋതുബ. ഓൻ പേടിത്തൊണ്ടൻ പോകട്ടെ, നമുക്കിവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല, നമുക്ക് പോരാടി അവരെ ശരിപ്പെടുത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാ അപ്പോഴും അബൂജഹൽ പറയുന്നത്. ഋതുബയെ നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞു ഋതുബയോട് ഈ അബൂജഹൽ ഇത് നിങ്ങളെ ചൊങ്കും കൊല്ലൊക്കെ മുഹമ്മദിന്റെ സേനയെ കണ്ടപ്പം വണ്ണം വെച്ചിരിക്കുന്നത് പേടിച്ചിട്ട് പേടിത്തൊണ്ടൻ പറയാ. അപ്പൊ ഇയാള് പറഞ്ഞു പേടിത്തൊണ്ട എന്റെ പേടിയല്ല, ഞാൻ ചെയ്യുന്ന പൊലിവ് നിനക്ക് കാണാം, യുദ്ധത്തിൽ എന്താ ചെയ്യാന്ന് നിനക്കറിയാം, എനിക്കൊരു പേടിയുമില്ല, വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളെ കൗമിനെ നമ്മളെ ജനതയെ കുരുതി കൊടുക്കണോന്നാ ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാളെ നാണം കെടുത്തലിൽ വെറുതെ ദുരഭിമാനം കൊണ്ടിട്ട് അദ്ദേഹം പടക്കളത്തിലിറങ്ങാൻ പടത്തൊപ്പി ധരിക്കാൻ നോക്കുമ്പോൾ പെരും തലയനായ അയാൾക്ക് ഇണങ്ങുന്ന ഒരു പടത്തൊപ്പിയുമില്ല, ആരെന്ന് വാങ്ങിയിട്ടും തലയിൽ കൊള്ളൂല. എല്ലാം പടത്തൊപ്പില്ലെങ്കിലോ വെട്ട് തലക്കാൻ വരിക, ഒന്നാമത്തെ വെട്ട് തന്നെ മരിക്കും. വാളല്ല ഇവിടെ, ബോംബല്ല, പേടിത്തൊണ്ടന്മാരുടെ ആയുധമല്ല. എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചു വെച്ചിട്ടൊരു ബോംബ് വെച്ചു പോരുക, ആരോ എങ്ങനെയോ പോയിട്ട് നിരപരാധര് തട്ടിപ്പടഞ്ഞിട്ട് വീഴുക. ഇതല്ല ഇപ്പത്തെ യുദ്ധം, ഇപ്പത്തെ യുദ്ധതാണ്. എവിടെയെങ്കിലും കൊണ്ട് ഈ ബോംബ് വെക്കുക, ആ ബോംബ് തട്ടിയിട്ട് ആരെങ്കിലും മരിച്ച വെച്ചോനല്ലേ വരിക. കൊറ്റിക്ക് വെച്ച് കൊളക്കോഴിക്ക് കൊണ്ടുവന്നിരണ മാതിരി ആർക്കോ വേണ്ടി വെച്ച് വേറൊരുത്തനാ മരിക്കുക. ഇതാ നമ്മളെ നില. ഈ നിലയെല്ലാം അന്ന് നേർക്കുനേരെ യുദ്ധമാണ്. അതിൽ വാളം ഡോങ്ങിയാൽ തലയോട്ടിക്ക് വെട്ടിയാ ഒറ്റടിക്ക് പിളർന്നിട്ട് രണ്ടെണ്ണായിട്ടാണ് പോകും. അപ്പൊ തല കാക്കാനാ പടത്തൊപ്പി. ഇയാളെ തല കൊള്ളുന്ന ഒരു പടത്തൊപ്പി ആ സൈന്യത്തിന്റെ കൂട്ടത്തിലില്ല. ഇയാൾ അവസാനം വലിയൊരു പുതപ്പ് വാങ്ങിയിട്ട് തല ആകെ മൂടിപ്പൊതച്ച് കെട്ടിയിട്ട് ഒന്നായിട്ടങ്ങോട്ട് ഇറങ്ങി. അയാളെ സഹോദരൻ ഷെയ്ബനും കൂട്ടി, അയാളെ മകൻ വലീദിനും കൂട്ടി. അതാ ഒന്നാമത്തെ പോരാട്ട സംഘം, 3 ആളുകൾ. അതാ വരുന്നു ഉത്ബ, ഷെയ്ബ, വലീദ്. ഒറ്റ വെല്ലുവിളി, ആരുണ്ടടോ ഞങ്ങളോട് നേരിടാൻ? അതോടുകൂടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്, ചൂടാവുകയാണ്. അതിനു മുൻപ് വെള്ളത്തടാകത്തിങ്കലും ഹൗദെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്ന അസ്വദ് എന്ന് പറയുന്ന ആളുടെ മണ്ടയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തങ്ങൾ വാള് വെച്ചിട്ട് തട്ടിയിട്ട് അയാളെ കഥ കഴിച്ച കഥ മാത്രമേ അതിന്റെ മുമ്പ് നടന്നിട്ടുള്ളൂ. ശേഷം പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ആദ്യം വരുന്നത് ഉത്ബത്തും സഹോദരൻ ശൈബത്തും ഉത്ബത്തിന്റെ മകൻ വലീദും. 3 ആള് ഖുറൈശികളുടെ വമ്പന്മാർ. ആ വമ്പന്മാര് 3 ആൾ ഇറങ്ങിയിട്ട് ആരുണ്ടടോ ഞങ്ങളോട് എന്നും പറഞ്ഞിട്ട് അടർക്കളത്തിലേക്ക് ഇറങ്ങുക, സൊഫിൽ നിന്ന് ഇറങ്ങുക. ഇതിനാ ബിറാസ് എന്ന് പറയാ. സൊഫിൽ നിന്ന് രംഗത്തേക്ക് ഇങ്ങോട്ട് വരും, ദ്വന്ദ്വയുദ്ധം നടക്കാൻ, ദ്വന്ദ്വയുദ്ധത്തിന്റെ വേദിയിലേക്ക് അണിയായിട്ടാണ് നിൽക്കുക. അണിയായിട്ട് നിൽക്കുന്ന വേദിയിൽ നിന്ന് 3 പേർ വന്നു നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അൻസാരികളായിട്ടുള്ള 3 പേർ, ഔഫ്, മുആദ് എന്ന ഒരു ബാപ്പാന്റെ ഇമ്മാന്റെയും മക്കൾ, സഹോദരന്മാർ, അവരും അബ്ദുല്ലാഹിബ്ൻ റവാഹ എന്ന സ്വഹാബി വര്യനും അൻസാരികൾ. ആ 3 പേരും, ആ 3 ആളുകൾ ഇവരോട് നേരിടാൻ വേണ്ടി ഇറങ്ങി. ഒരാൾ ഒരേ വാപ്പാന്റെ 2 മക്കളല്ലേ, ഉത്ബിൻ ഷൈബിൻ റബിയാത്തിന്റെ മക്കളാ. ആ ഉത്ബന്റെ ഒരു മകനാ വലീദും. അപ്പൊ ബാപ്പി എളാപ്പി മകനാ വന്നിട്ടുള്ളത്. ഈ സംഘത്തോട് ഒരു ബാപ്പാന്റെ ഇമ്മാന്റെയും 2 മക്കൾ മുആദും അബ്ദുല്ലാഹിബ്ൻ റവാഹി മുന്നോട്ട് വന്നു. ഞങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട്, ഞങ്ങളെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോ കണ്ണല്ലേ കാണുള്ളൂ അവരുടേത്. ഇവരാരാന്ന് ചോദിച്ചു. ഞങ്ങൾ അൻസാരികളിൽ നിന്നുള്ള യുവാക്കളാണ് എന്ന് പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ മദീനത്തെ പാവങ്ങൾ, തോഴന്മാർ, ഏഴന്മാർ, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് കിടയത്ത കൂട്ടർ ഖുറൈശികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ, അഖ്ഫ. ഞങ്ങൾക്ക് കിടയത്ത കൂട്ടരുണ്ട്, ഖുറൈശികൾ. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ കിടയത്തവർ വേണം, ഞങ്ങൾക്ക് കിട വേണം, കിടക്കണം. ആ കിടത്തവരെ തരൂ എന്നവർ വെല്ലുവിളിക്കുകയാണ്. കിടയത്തവരെ കിട്ടണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ നീട്ടി വിളിച്ചവർ, മുഹമ്മദ്, നിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിടയത്തവരില്ലേ? മക്കത്തുനിന്ന് പോയോല്
അവരങ്ങ് വിട് ഞങ്ങൾക്ക് നേരിടാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കും യാ ഹംസ, എന്റെ എളാപ്പ എഴുന്നേൽക്കി. കും യാ അലി, അലി എഴുന്നേൽക്കൂ. കും യാ ഉബൈദ, എന്റെ അമ്മ എന്റെ പിതൃവന്റെ മകനാ, മറ്റൊരു മകനാ ഉബൈദ. നബിയുടെ 2 എളാപ്പാന്റെ മക്കളെയും നബിയുടെ എളാപ്പാനെയും തന്നെ വിട്ടു അള്ളാഹുവിന്റെ റസൂൽ. വേറുള്ളവരല്ലോ, സ്വന്തക്കാരന് വേണ്ടേ. അങ്ങനെ 3 പേരും ഇറങ്ങുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇതാണ് 2 സംഘത്തിന്റെ പ്രതികൾ, 2 തർക്കക്കാരായ സംഘക്കാർ. ആഖിറത്തിൽ ഇവർക്കിടയിലാണ് ആദ്യത്തെ വിധി തീർപ്പെന്ന് കാണല്ലാഹു അസ്സ വജൽ. നമ്മൾ ഈ കണ്ട കോടാനുകോടി ജനങ്ങളെ മുഴുവൻ ആദം നബി മുതൽക്കുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മഹ്ശറിൽ വിചാരണ ചെയ്യുന്ന കൂട്ടത്തിൽ അവസാനം വന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ബദറിൽ പോരാടിയ 2 സംഘത്തിലെ, ഒന്ന് നീതിയുടെ സംഘം, ധർമ്മത്തിന്റെ സംഘം, സത്യത്തിന്റെ സംഘം, വിശ്വാസികളുടെ സംഘത്തിന്റെ, മറ്റൊന്ന് കുഫറിന്റെ സംഘം, അധർമ്മത്തിന്റെ സംഘം, അസത്യത്തിന്റെ സംഘമായ കുഫറിന്റെ സംഘത്തിലെയും ആദ്യത്തെ 2 സംഘം, 3 ആളുകൾ കൂടിയിട്ട് അവരെയാണ് ആദ്യം അവരുടെ നാഥന്റെ കാര്യത്തിലെ തർക്കം തീർക്കാൻ വേണ്ടി രംഗത്തിറങ്ങി ചോദ്യം ചെയ്യുകയെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ 2 അംഗങ്ങളെ, ഈ 2 സംഘം അംഗങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. പടച്ചോനാരാന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള 2 സംഘാവർ. ലാത്തിയും ഉസ്സയുമാണ് നമ്മളുടെ ദൈവങ്ങളും പടച്ചോന്മാരും എന്ന് പറയുന്നു ഒരു സംഘം. രാജാതിരാജനായ ഖാലിഖായ പടച്ചോനായ സൃഷ്ടാവായ അള്ളാഹുവാകുന്നു എന്ന് പറയുന്നു മറ്റേ സംഘം. അപ്പൊ റബ്ബാനാണ് എന്ന കാര്യത്തിൽ തർക്കം കൂടുന്ന ഈ സംഘം എന്ന് പറയുന്ന സംഘം ഇവരാണ്. ആ സംഘം മഹാനായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്റെ പുത്രൻ ഉബൈദ ഉത്ബത്തുമായി നേരിട്ടു, ഹംസ ഷൈബയുമായി നേരിട്ടു, അലി റളിയല്ലാഹു അൻഹു വലീദുമായി നേരിട്ടു. ചെറുപ്പക്കാർ കിടയത്തവരിനായി. വയസ്സത്യാവശ്യം മൂത്തവരാണ് ഹംസയും അതുപോലെ ഉബൈദയും. അവർ 2 പേരും വയസ്സത്തവർ ഷൈബത്തിനോടും ഉത്ബത്തിനോടും ഒപ്പം. ഉത്തുബന്റെ മകനാണല്ലോ വലീദ്, പ്രായം കമ്മിയാണ്. അലിയാരും പ്രായം കമ്മിയാണ്. ഓൽ 2 ആളും. അലിയാരുടെ പ്രതിയോഗിയെ അലിയാർ വേഗം വെട്ടി, ഹംസന്റെ പ്രതിയോഗിയെ ഹംസയും വേഗം വെട്ടി. 2 സംഘവും നോക്കി നിന്ന് വീർപ്പടപ്പിയിട്ട് കാണുകയാണ് ഈ 3 ആളുകളും തമ്മിലുള്ള പോരാട്ടം. ഓരോരുത്തൻ മറിഞ്ഞിട്ടും മേലെയായിട്ടും നിന്നിട്ട് പൊരുതിയിട്ട് 2 പ്രതിയോഗികളെയും കെട്ടിയിട്ട് വാളും ഉയർത്തിപ്പിടിച്ച് അല്ലാഹു അക്ബറും ചൊല്ലിക്കൊണ്ട് മഹാനായ ഹംസയും അലിയാരും മുന്നോട്ട് വരുമ്പോ ഉബൈദയും പ്രതിയോഗം തമ്മിൽ മൽപ്പിടുത്തം നടക്കുക തന്നെയാണ്. മേലെ ചിലപ്പോൾ ഉബൈദ വരുന്നു, ചിലപ്പോൾ അതാ എതിരാളി ഉത്തുബ വരുന്നു. ഉത്തുബയും ഉബൈദത്തും തമ്മിൽ വേണ്ടുന്ന പോരാട്ടം. അതിനിടയിൽ കടന്ന് വീണടത്ത് നിന്ന് ഉത്തുബ തന്റെ വാളുകൊണ്ട് കാലിന്റെ മുട്ടുകന്ന് കെട്ടിവിട്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ നിൽക്കാൻ കഴിയുന്നില്ല ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ. ഇനി ഉബൈദയുടെ കഥ, പരുക്കുകളൊന്നും പറ്റാത്ത, അവയവങ്ങളൊന്നും നഷ്ടപ്പെടാത്ത ഉത്തുബത്ത് വേഗം കഥ കഴിക്കും. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എന്ന് കണ്ടപ്പോ ഈറ്റപ്പുലികളായ എളാപ്പയും മകനും ഹംസയും അലിയാരും ഈ ശത്രുവിന്റെ നേരെ ചെന്നിട്ട് 2 പേരും കൂടി ഒറ്റ വെട്ടിനെ അയാളങ്ങ് കഥ കഴിച്ചു. മഹാനായ ഉബൈദയെ അലിയും ഹംസയും ചുവന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ രക്തം ചുമലിച്ചുകൊണ്ടിരിക്കുന്ന ഉബൈദയെ തിരുനബിയുടെ സന്നിധാനത്തിലേക്ക് എത്തി. അദ്ദേഹത്തിന് ഒന്നേ അറിയണ്ടു, അള്ളാന്റെ റസൂലേ, ഞാൻ ഷഹീദാവോ, ഞാൻ ഷഹീദാവോ, ഞാൻ ഷഹീദാവോ, അലസ്തു ബിശഹീദ് യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂല്, ഞാൻ ഷഹീദാകുമോ? ഇതാ എനിക്ക് കിട്ടേണ്ടത്. ഇതിന് ഞാൻ മരിക്കും ഉറപ്പാ, ഇനി ജീവിക്കൂല. മജ്ജയാണ് ഒഴുകുന്നത്. മുട്ടില് വെട്ടിയിട്ട് എല്ലിന്റെ ഉള്ളിൽ നിന്നുള്ള മജ്ജ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇനി അവശേഷിക്കൂല. എനിക്കറിയാം ഞാൻ മരിക്കുമെന്ന്. പക്ഷേ ശത്രുവിന്റെ വെട്ടേറ്റല്ലല്ലോ ഞാൻ മരിക്കുന്നത്, യുദ്ധത്തിന്റെ കളത്തിലല്ലല്ലോ ഞാൻ മരിക്കുന്നത്, ജീവിച്ചുകൊണ്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഈ വെട്ടുകൊണ്ട് ഞാൻ മരിച്ചാൽ, യുദ്ധക്കളത്തിന്റെ പുറത്ത് മരിച്ചാൽ, ശത്രുവിന്റെ മുമ്പ് നിന്ന് മരിച്ചാൽ, മുഖാമുഖം നിൽക്കുന്നിടത്ത് നിന്ന് അപ്പുറം പോയിട്ട് മരിച്ചാൽ ഷഹാദത്ത് കിട്ടുമോ? ഇതേ സംശയമുള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട, പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഷഹാദത്ത് കിട്ടും, നിങ്ങൾ ഷഹീദാകുന്നു, സമാധാനിക്കാം. فألبسني الرحمن من فضل منه لباسا من الإسلام وطى المساويا. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ചൊല്ലിയ ബൈത്ത് ബദറിന്റെ ഈരടികളിൽ പോലും ഉച്ചരിക്കപ്പെട്ട ബൈത്താണ്. ഇസ്ലാം കിട്ടിയല്ലോ,
പരിശുദ്ധ ഇസ്ലാം എന്ന വസ്ത്രം എനിക്ക് കിട്ടിയല്ലോ, ആ ആട ധരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഉമ്മ പങ്ങന്മാരെ, സഹോദരന്മാരെ, നമുക്കും അല്ലാഹു തന്നിട്ടുണ്ട് ആട, ആ വസ്ത്രം നമുക്കും അല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചിന്ത കൊണ്ടല്ല, നമ്മുടെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല. നമ്മളെ ബാപ്പമാര് മുസ്ലിമായി, ബാപ്പ മുസ്ലിമായപ്പോൾ ബാപ്പമാരുടെ പൈതൃകത്തിലൂടെ നമ്മൾ മുസ്ലിമീങ്ങളായി. അങ്ങനെ ആയാലും സ്വീകാര്യമായ ഇസ്ലാമാണ്, ഇസ്ലാം ലഭിക്കുന്ന മാർഗമാണ്. ആ കിട്ടിയ ഇസ്ലാം, ഇതാണ് എന്റെ ഏറ്റവും വിലപ്പെട്ട മുതൽ എന്ന് സ്വഹാബികൾ ഓരോരുത്തരും മരിക്കുമ്പം പറഞ്ഞ ഏറ്റവും വിലപ്പെട്ട മുതലായ ഇസ്ലാമാണെങ്കിൽ ആ ഇസ്ലാം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ആ ഇസ്ലാം കിട്ടിയതിലുള്ള നന്ദിയും, ഇസ്ലാം കിട്ടിയതിലുള്ള കൂറും, ഇസ്ലാം കിട്ടിയതിലുള്ള പൊലിവും, ഇസ്ലാം കിട്ടിയതിലുള്ള അഭിമാനവും നമുക്ക് വേണം മുസ്ലിങ്ങൾക്ക്. ആ അഭിമാനമാണ് ബദറിൽ ഷഹീദായ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ പ്രകടിപ്പിക്കുന്നത്. പടച്ചോൻ എനിക്കിതാ ലിബാസം മിനൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു വസ്ത്രം എനിക്ക് ധരിപ്പിച്ചിരിക്കുന്നു, ഇത് മതി. ഇനി ഞാൻ എങ്ങനെ മരിക്കുന്നതും എനിക്ക് പ്രശ്നമല്ല. ശത്രുക്കൾ കടുമരത്തിൽ കേട്ടിയിട്ട് കുരിശിച്ചിട്ട് വന്നപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുസ്ലിമായിട്ടാ ഞാൻ മരിക്കുന്നതെങ്കിൽ തുണ്ടു തുണ്ടാക്കി മുറിച്ച് അരിഞ്ഞ് വീഴ്ത്തി എന്നെ കൊന്നോട്ടെ, എവിടെയെങ്കിലുമൊക്കെ എന്റെ മാംസവും എല്ലും കണ്ടങ്ങളും കടന്നോട്ടെ, എനിക്കത് പ്രശ്നമല്ല. അത് കൂട്ടിയിട്ട് എന്നെ അല്ലാഹു ഹയാത്താക്കും, അതൊരു വിഷയമല്ല. ഇസ്ലാമുണ്ടല്ലോ ആത്മാവിന് എന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതാണ്. ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് വഫാത്തായി കിടക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതും എല്ലാ പൊലിവും എനിക്ക് വേണ്ട, ഭരണാധികാരത്തിന്റെ വമ്പെനിക്ക് വേണ്ട, മറ്റൊരു ശ്രേഷ്ഠതയും എനിക്ക് വേണ്ട, ഞാൻ മുസ്ലിമായതും നബിയുടെ സ്വഹാബിയായതും എനിക്കിങ്ങ് കിട്ടിയിട്ട് ബാക്കിയെല്ലാം കടാക്കടകിൽ വന്നാൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നേ എന്ന് പറഞ്ഞ മഹാനായ ഉമർ എന്നവരും പറഞ്ഞത് ഇസ്ലാമാണ്. ആ ഇസ്ലാം, മഹത്തായ സൗഭാഗ്യം ഇസ്ലാം അള്ളാഹു നമുക്കും നൽകിയിട്ടുണ്ട്. ആ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് അഭിമാനിച്ച ശുഹദാക്കളാ അവർ ഷഹീദായിട്ടുള്ളവർ. ബദറിൽ സംബന്ധിച്ച ഈ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനത്തിന്റെയും ബഹുമതിയുടെയും നിദാനം എന്താണ്? ഇതുതന്നെ. ആ ഒരൊറ്റ പോരാട്ടം, അവിചാരിതമായി വരുന്ന പോരാട്ടം, അള്ളാഹുവിന്റെ റസൂലുമായി ആദ്യം പുറപ്പെടുമ്പോൾ നനച്ചിട്ടില്ലാത്ത പോരാട്ടം, ആയുധങ്ങളില്ലാത്ത സമയത്തെ പോരാട്ടം, നിർധനരായ കാലത്തെ പോരാട്ടം, ചുട്ടടക്കാൻ മാർഗമില്ലാത്ത കാലത്തെ പോരാട്ടം, ആരും ഇസ്ലാമിന് ഒരു പദവിയും കൽപ്പിക്കാത്ത കാലത്തെ പോരാട്ടം. നോക്കാൻ നമുക്ക് ശത്രുക്കളുമായി നേരിടുമ്പോ, സ്വന്തം കുടുംബങ്ങളുമായി നേരിടുമ്പോ എന്ന് ലോകത്തെ രാഷ്ട്രങ്ങളും ജനങ്ങളും മുഴുക്കെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പോരാട്ടം, ആ പോരാട്ടത്തിന് സന്നദ്ധരാവുകയും അവർ രക്ഷപ്പെട്ടതിലൂടെ ഇസ്ലാം എന്നത് ഒരജയ്യ ശക്തിയായി ലോകത്ത് മുഴുവൻ ചരിത്രത്തിലും എന്നും വാഴ്ത്തപ്പെടുകയും ചെയ്തപ്പോഴാണ്. എവിടേക്ക് അറിഞ്ഞൂനാ? ഇന്നത്തെ ഫോണ് വേണ്ട, ഇന്നത്തെ TV വേണ്ട, ഇന്നത്തെ തത്സമയത്തെ സംപ്രേഷണങ്ങൾ വേണ്ട. ഈ പോരാട്ടത്തിന്റെ വിവരവും അപ്പ അറിയിക്കുക. അതിന് അള്ളാഹ്ക്കൊരു വിദ്യയുണ്ടെന്ന്. അന്ന് എവിടെയെങ്കിലും വല്ലതും സംഭവിച്ച അപ്പൊ ഹാത്തിഫ് ഉണ്ടാവും, അശരീരി, ശരീരം കാണാത്ത ശബ്ദം. ഇത് അല്ലാഹു തആലാന്റെ ഒരു സംവിധാനമാണ്. അള്ള എത്ര വലിയ ഹക്കീമാ. നമ്മൾ വിചാരിക്കും നമ്മളാ വമ്പന്മാർ. നമ്മൾ വമ്പത്തരം കാട്ടുന്നിടത്തോളം അല്ലാഹു തആല ബഹറും നടക്കും. കൊതുവിനെ കൊല്ലാൻ നമ്മൾ യന്ത്രം കണ്ടുപിടിച്ചാൽ വേറെ സാധനം അപ്പം വീട്ടിൽ പോയി പോകുമ്പോൾ കൊതുവല്ലല്ലോ, യന്ത്രത്തിൽ ഒതുങ്ങാത്ത സാധനം. നമ്മളിപ്പോ ഈ യന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള കൊതുവിനെ കൊല്ലാൻ, അപ്പൊ കൊതുവിനെ കൊല്ലാൻ യന്ത്രം കണ്ടുപിടിച്ചപ്പോ ഈ കാര്യം വീട്ടിൽ നിറച്ച്, ഈ ചെറിയ സാധനം അത് വീട്ടിൽ നിറച്ചാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാലും അതിന്റെ അപ്പുറം അല്ലാഹു തആലാന്റെ പരീക്ഷണം ജയിക്കും. അള്ളാന്റെ ചെയ്യലും ഇങ്ങനെ തന്നെയാ. അന്ന് അല്ലാഹു തആല എല്ലാ സമയത്തും അപ്പം വിവരറിയിക്കാൻ എന്താ ചെയ്യാന്നറിയങ്ങള്? അശരീരികൾ ഇറക്കുക. അശരീരി എന്നതിന്റെ അർത്ഥം ശരീരം കാണാത്ത ശബ്ദങ്ങൾ. പാരാ? ജിന്നെ. നമ്മളെ ജിന്ന് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടോ? ഉണ്ട്. ജിന്ന് എന്ന് പറഞ്ഞൊരു കൂട്ടരെ നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നമ്മളിലേറെ അംഗസംഖ്യയുള്ള കൂട്ടരാ ജിന്ന്. അയിത്ത മോശക്കാരാ ശൈത്താൻ. നമ്മളിൽ ഓരോരുത്തന്റെ അടുക്കലും ഓരോ ശൈത്താനുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ, ഒരു മനുഷ്യനെ പേപ്പിക്കാനായിട്ട് ഒരു ശൈത്താനെ വെച്ചാ ബാക്കി വയ്യേപ്പിക്കാത്ത പെയ്ത്താൻ എവിടെ? ഒറ്റുകാരൻ ശൈത്താൻ എവിടെ? പൊട്ടിച്ചൂട്ട് എവിടെ? മനുഷ്യനെ പലയിടത്തും പേപ്പിക്കുന്ന ശൈത്താൻ എവിടെ? പല സ്ഥലത്തും ശൈത്താനുണ്ട്. ആ ശൈത്താനും ജിന്നൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുന്നിടത്തോളം സൗകര്യങ്ങൾ അങ്ങനെ വരുമ്പോ തൽക്കാലം ഇങ്ങനെ പിൻവലിക്കും. ഇതെന്റെ അള്ളാഹുവിന്റെ ഒരു നിയമം. ഇന്ന് ജിന്നെത്തിക്കും. ഇവിടെ ഒരാൾ മരിച്ചാൽ അവിടെ ജിന്ന് ഹാത്തിഫ് അന്ന് വരും. അതേ പേരാന്ന് നമ്മൾ ഫോണിന് വെച്ചിരിക്കുന്നത്. ഹാത്തിഫ് എന്ന അറബിൽ ഫോണിന് പറയാം. ഹാത്തിഫ് നമ്പർ, റഖ്മ ഹാത്തിഫ്, ഫോണിന്റെ നമ്പർ.
അശരീരിയാണല്ലോ. നമ്മളെ ഈ ഫോണിന്റെ പകരം അന്നുള്ള ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മാർഗ ജിന്നിന്റെ സംസാരം. അപ്പൊ ആ ജിന്ന് സംസാരിച്ച് വിവരമെത്തിക്കുകയാണ്. അങ്ങനെയുള്ള ജിന്നുകൾ അന്ന് ലോകത്തൊട്ടാകെ എത്തിക്കുന്നു. നേഗസ് ചക്രവർത്തി അപ്പോൾ അറിയുന്നു അല്ലാഹു തആലാന്റെ റോമൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ലോകത്തെ ശത്രുക്കളായ രാജ്യങ്ങൾ മുഴുക്കെ. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ. നമ്മളെ രാജ്യവും അന്ന് പേർഷ്യന്റെ കീഴിലാന്ന് പറഞ്ഞാൽ മഹശക്തിയല്ലേ ലോകത്ത് ഇന്ത്യ? അതൊരു ശക്തി തന്നെയാണ്, ചെറിയ ശക്തിയൊന്നുമല്ല. ജനസംഖ്യ കൊണ്ട് ശക്തി. ലോകമൊക്കെ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുമ്പോഴും എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യം വല്ലാതെ തോറ്റിട്ടില്ല, വല്ലാതെ പഴച്ചിട്ടില്ല. ഭരിച്ചവർ ഇത്രയും കാലം ഭരിച്ചവർ ഏതു കാലത്തും രാജ്യത്തെ തോൽക്കാൻ അനുവദിച്ചിട്ടുമില്ല എന്നു തന്നെയാണ് പൗരന്മാരുടെ ഇപ്പോഴത്തെ ജനാധിപത്യ ബോധം കൊണ്ടും ജനാധിപത്യത്തിന്റെ പിന്നിലുള്ള വിവരമറിയുന്നുകൊണ്ടും നമുക്കറിയാവുന്ന സത്യം. ഈ രാജ്യം അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലാന്ന് പറഞ്ഞാൽ റോമും പേർഷ്യയും എന്ന ആ രണ്ട് സാമ്രാജ്യങ്ങളെ വായിക്കാൻ നമുക്കത് മതി. ലോകത്തെ ഒരു ഭൂമി മണ്ണും ഈ രണ്ട് സാമ്രാജ്യത്തിന്ന് അപ്പുറമല്ല. അവർ ഞെട്ടിപ്പോയി. 300 അംഗങ്ങൾ, മുഹമ്മദിന്റെ അംഗങ്ങൾ, മക്കത്തുനിന്ന് പുറത്താക്കപ്പെട്ടവർ എല്ലാ ആയുധങ്ങളോടുകൂടെ ചെന്ന അവരുടെ നാട്ടുകാരെ തുരത്തി ഓടിച്ചിട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോ 70 ആളെ പിടിച്ചു, 70 ആളെ കൊന്നു. എന്താ കണക്ക്? 70 ആളെ കൊന്നു, 70 ആളെ കൊന്നു എന്ന് പറഞ്ഞാല് 1300 ആളായി ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ഇവരൊക്കെ പിടിച്ചു എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്കറിയില്ല. കയ്യമ്മ തൊട്ടാ ഓലിന് പോരും, കയ്യമ്മ ഇങ്ങനെ തൊട്ടാ മതി, ചുമലിങ്ങനെ കൊട്ടിയാ മതി, അപ്പൊ ഓല് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വരുമെന്ന്. ഒരു രസികനായ സ്വഹാബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വരൻ പറയാ, എങ്ങനെ പിടിച്ചു എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ കണ്ടത് തലയിൽ മുടി മുളക്കാത്ത കുറെ പടു കിഴവികളെ ഞങ്ങൾ കണ്ടത്. പെണ്ണുങ്ങളായ മുടി ഉണ്ടാവും, ആ മുടി വെച്ചിട്ടേക്ക് ഇല്ലാനും. പടു കിഴവികൾ എന്ന അർത്ഥത്തിൽ പേടിത്തൊണ്ടന്മാര് ധൈര്യമില്ലാത്തവരാകുമ്പോ പെണ്ണാണേനും. അങ്ങനത്തെ പെണ്ണുങ്ങളാ ഞങ്ങൾ കണ്ടോല്. ഞങ്ങൾ ചുമലിങ്ങനെ കൊട്ടിയാ ഓല് ഞങ്ങളെ കൂടെ ഇങ്ങനെ പോയി. ജീവനിൽ ഭയമുണ്ടായിട്ടായി പോരുന്നത്. ജീവനിൽ പേടിയുള്ളവർ വരുവീന്ന് പറഞ്ഞാൽ പോരുക. അങ്ങനെയാണ് 70 ആളെ പിടിച്ചു കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ വെട്ട പോരൂലെന്ന് പറഞ്ഞാലോ, തൊട്ടാ കൂടെ പോകുന്നില്ലെങ്കിൽ വെട്ട്. അപ്പൊ 70 ആളെ കൊന്നപ്പോ 70 ആളെ പിടിക്കുക. അത് റസൂലുള്ള ആദ്യം നിർദ്ദേശം നൽകിയിരുന്നു, എല്ലാരും കൊല്ലരുതേ, എല്ലാരും വെട്ടരുതേ. കാരണം മുസ്ലിമീങ്ങളായി ഉള്ളിൽ ഇസ്ലാം ഒളിച്ചു വെച്ച നിരവധി പേർ മക്കയിൽ നിന്ന് വന്ന ഈ സംഘത്തിലുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാന്റെ പിതൃവൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ എതിരാളികളിലില്ലേ? അപ്പൊ അത്തരം ആളുകളൊക്കെ വന്ന് ഈ സംഘത്തില് ഇങ്ങോട്ട് പോരാ. അപ്പൊ ഈ പോന്നത് എന്താ സംഭവം? മലക്കുകളല്ലേ 5000 വന്നത്. മലക്കുകളും എല്ലാരും കൂടി 1000 ആൾക്കാരോട് യുദ്ധം ചെയ്തു ജയിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ജയ? അതല്ല ജയം. പോരാട്ടത്തിൽ അവരെന്നെയാ മുന്നിൽ. മലക്കുകൾ അവരുടെ ശേഷിയിൽ സംബന്ധിച്ചിട്ടില്ല. മലക്കുകളുടെ ഭാഗത്തായി മലക്കുകൾ കൊന്നിട്ടവർക്ക് പ്രത്യേക അടയാളുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, മലക്കുകളോട് അള്ളാന്റെ നിർദ്ദേശം. നിങ്ങൾ കൊല്ലുന്നവരെ കഴുത്തിന്റെ മീതെ കൊല്ലണം. അതായത് കഴുത്ത് മുഴുവനും കൂടി കൂട്ടിയിട്ട് കൊല്ലണം. കഴുത്ത് മുഴുവനും കൂടി കൂട്ടിയിട്ട് കൊല്ലണം നിങ്ങൾ കൊല്ലുന്നവരെ. കയ്യിന്റെ വിരലുകൾ മുറിച്ചിടും വേണം. അത് കണ്ടാൽ മലക്ക് കൊന്നതാണ്. അങ്ങനത്തോല് കുറച്ചുള്ളൂ മലക്ക് കൊന്നോല്. കഴുത്ത് മുഴുവനും കൂടി മനുഷ്യനെ വെട്ടാൻ കഴിയില്ല. കാരണം ബാളെടുത്തിട്ട് കഴുത്തിന്റെ ഇവിടുന്ന് പോത്തിന് അറക്കണമായിട്ട് ഉദ്ദേശിച്ചോട്ടൊക്കെ അറക്കാനൊന്നും കഴിയില്ലത്. മനുഷ്യൻ പോരാടല്ലേ? പോരാടുമ്പോ വാളെടുത്തിട്ട് ഒരൊറ്റ വെട്ടാ ഉണ്ടാക്കുക. അപ്പൊ ചിലപ്പോ തലക്കെന്ന് പോരും, ചിലപ്പോ പുറത്തുനിന്ന് പോരും, ചിലപ്പോ പുറത്തുനിന്ന് പോരും, വളഞ്ഞിട്ടും കിളിഞ്ഞിട്ടും ഒക്കെ പോരും. മലക്ക് കൊന്നാൽ അങ്ങനെയല്ല, നേരെ മുറിച്ചിട്ട തല, കഴുത്ത് മുഴുവനും കൂടി തലയിലുണ്ടാവും. ഈ വിധത്തിൽ കൊല്ലപ്പെട്ടവർ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിമീങ്ങളായ സ്വഹാബികൾ തന്നെയാ ബദറിൽ പങ്കെടുത്തവർ. അവിടെ ഷഹീദായ ശുഹദാക്കൾ 14 പേരേ ഉള്ളൂ. അവർക്ക് മാത്രമല്ല സ്ഥാനം, അവർക്ക് ശുഹദായി എന്നൊരു സ്ഥാനമുണ്ട്, ശരിയാണ്. ബദറിൽ പങ്കെടുത്തവരൊക്കെ അഹ്ലു ബദർ, ബദരീങ്ങളാണ്. നമ്മൾ അനുസ്മരിക്കുന്നത് ബദരീങ്ങളെയാണ്, ശുഹദായിനെ മാത്രമല്ല. ബദറിൽ പങ്കെടുത്ത സ്വഹാബികളായ 313 പേരും ചെയ്ത സേവനം എന്തെന്ന് ചോദിച്ചാൽ, ഇബാദത്ത് ഈ ഭൂമിയിൽ നടക്കാൻ പറ്റുന്ന വിധം ഇസ്ലാമിന് അടിത്തറ പാകിയ ഇസ്ലാമിന്റെ പിതാക്കളും ഗുരുമഹത്തുക്കളുമാകുന്നു ഈ ബദരീങ്ങൾ. ബദരീങ്ങളിലാണ് ഇസ്ലാമിന്റെ ഗുരുപരമ്പര മുന്നുമുട്ടുന്നത്.
ബദരീങ്ങളിൽ ചെന്ന താത്ത ഇസ്ലാമിന്റെ പ്രൗഢിയില്ല, ഇസ്ലാമിന്റെ പത്രാസില്ല. ബദർ അത്ര വലിയ വിജയം ഇസ്ലാം ദീനിനെ വ്യാപനമാക്കുന്നതിലും ഇസ്ലാം ദീനിനെ പരത്തുന്നതിലും സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ആ മഹത്വമാണ് നമ്മൾ ബദരീങ്ങൾക്ക് കൽപ്പിക്കുന്ന മഹത്വം. അമ്മഹത്വത്തിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? നരകത്തിന്റെ അകത്ത് ഒരിക്കലും ബദരീങ്ങൾ കടക്കൂല, സ്വർഗത്തിൽ മാത്രമേ ബദരീങ്ങൾ പ്രവേശിക്കുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്തു പാപം ചെയ്താലും രാജ്യാന്തര കുറ്റമായ ഒരു രാജ്യത്തിന്റെ അതീവ രഹസ്യമായ ഒരു രഹസ്യം ചോർത്തിക്കൊടുത്ത ഹാത്തബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു, ആ രഹസ്യം ചോർത്തിക്കൊടുത്തിട്ടുള്ള തൊണ്ടി സഹിതം പിടികൂടപ്പെട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ചെയ്തത് മക്ക ഫത്ഹിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ 8-ാം വർഷത്തിൽ മക്കയിലേക്ക് തിരിച്ചു ചെല്ലുന്ന അജയ്യമായ യാത്രയുടെ രഹസ്യം മക്കയിലെ ജനങ്ങൾക്ക് വിവരം നൽകുകയാണ്. അതൊരിക്കലും നൽകാൻ പാടില്ലല്ലോ. അതുവരെയുള്ള സൈനിക നീക്കങ്ങളൊക്കെ റസൂലുള്ള വിളിച്ചു വെച്ചതുപോലെയല്ല ഈ വിവരം വിളിച്ചു വെക്കുന്നത്. നബി തന്നെ ദുആ ചെയ്യുകയാണ്, പടച്ചോനെ ഞങ്ങളുടെ യാത്രയുടെ വിവരം നീ അവർക്ക് വിവരം നൽകരുതേ, ആർക്കും കഥ അറിയരുതേ എന്ന് നബി തങ്ങൾ തന്നെ വിവരം നൽകുന്ന ആ വിധം സൂക്ഷിക്കാൻ വേണ്ടി നബി പ്രാർത്ഥിക്കുന്ന ഈ രഹസ്യമാണ് ഹാത്തബ് ഇബ്നു അബീ ബൽതഅ മക്കക്കാർക്ക് നൽകുന്നത്. അദ്ദേഹത്തെ പിടികൂടിയിട്ട് എന്തിന് നിങ്ങളിങ്ങനെ ചെയ്തുവെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ എനിക്ക് ദീനിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അങ്ങയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തത് കൊണ്ടായിട്ട് ഇസ്ലാം തകരില്ല എന്നെനിക്കറിയാം. കാരണം അങ്ങ് വഹയി വരുന്ന അള്ളാഹുവിന്റെ ദൂതരാണ്. അപ്പൊ അള്ളാഹു ഞാൻ അറിയിച്ച വിവരങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങളെ വെളിപ്പെടുത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെയുള്ള മുഹാജിറുകളായിട്ടുള്ള എല്ലാ സ്വഹാബികളും മക്കയിൽ കുടുംബങ്ങളുള്ളവരാണ്, മക്കയിൽ ഇഷ്ടക്കാരുള്ളവരാണ്, മക്കയിൽ ബന്ധുക്കളുള്ളവരാണ്. ഞാനവിടെ ഒന്നുകൂടിയവനാണ്. എനിക്കവിടെ കുടുംബമില്ല, എനിക്കവിടെ കുട്ടവരില്ല, എനിക്കവിടെ തറവാടില്ല. പിന്നെ എന്റെ മക്കളവിടെയുണ്ട്, എന്റെ ഭാര്യ മക്കളവിടെയുണ്ട്. ആ ഭാര്യയെയും കുട്ടികളെയും പോറ്റാനോ കാക്കാനോ ഇവിടെയുള്ള മുഹാജിറുകളിൽ എല്ലാവർക്കും മക്കത്ത് ആളുണ്ട്. 10,000 വരുന്ന ഒരു സേന ഒന്നിച്ച് മക്കയിൽ ചെന്നാൽ അവിടെ നടക്കുന്നത് കൂട്ടക്കുരുതിയായിരിക്കും എന്ന് ഞാൻ നോക്കിക്കാണുകയാണ്. ഈ കൂട്ടക്കുരുതിക്കിടയിൽ എന്റെ മക്കളെ കാക്കാൻ, എന്റെ കെട്ടിയവളെ കാക്കാൻ, എന്റെ കുടുംബത്തെ കാക്കാൻ ഒരു ചെറിയ സ്വാധീനം മക്കയിലെ ഖുറൈശി മൂപ്പന്മാർക്കിടയിൽ എനിക്ക് വേണ്ടേ? അതിന് ഞാൻ ഒപ്പിച്ച ഒരു പണിയാണ് ഈ രഹസ്യത്തിന്റെ ചോരണം അവർക്ക് കൊടുത്തത്. രഹസ്യം തന്ന ആളാണ്, അതുകൊണ്ട് അവന്റെ കുടുംബത്തെ തൊടണ്ട, അവന്റെ മക്കളെ രക്ഷിക്കണമെന്ന് ഖുറൈശികൾ പറയുമല്ലോ എന്ന ചിന്തയല്ലാതെ ഒന്നും എന്നെ അലട്ടിയിട്ടില്ല എന്ന്, എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് കുറ്റവാളിയായ ഹാത്തബ് ഇബ്നു അബീ ബൽതഅ എന്ന പ്രതി റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, സദഖ്, അവൻ സത്യമാണ് പറഞ്ഞത്, അതിൽ കള്ളമില്ല. അപ്പൊ ഉമർ എന്നവർക്ക് ഇതൊന്നും സഹിക്കൂല. കള്ളല്ല എന്ന് പറഞ്ഞിട്ട് പറയല്ല, ചെയ്തത് മഹാമോശാണ്. മൂപ്പറിന് ഹാദൽ മുനാഫിഖ്, ഇവ മുനാഫിക്കാണ്, വിശ്വാസിയല്ല. നമ്മളെ കൂട്ടത്തിൽ കൂടുന്നവനാണ്, വിശ്വാസിയല്ല. ഇവന്റെ കഴുത്ത് തങ്ങളെന്നെ വിട്ടേക്കൂ, ഞാനങ്ങ് വെട്ടട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് ചുവന്നു, നബിയുടെ മുഖം വിവർണമായി. യാ ഉമർ, ഉമർ വമയുദ്രീക്, നിനക്കെന്തറിയാം, നിനക്കെന്തറിയാം ഉമർ? ഇദ്ദേഹം ബദരിയല്ലേ, ബദറിൽ പങ്കെടുത്ത സ്വഹാബി. ലഅല്ലല്ലാഹു അത്ലഅ ഇലാ അഹ്ലി ബദരിൻ فقال اعملوا ما شئتم فقد غفرت لكم او كما قال رسول الله. നിനക്കെന്തറിയാം ഉമർ? ബദരീങ്ങളിലേക്ക് അള്ളാഹ് നേരിട്ടിറങ്ങി വന്നിട്ടുണ്ട്, അള്ളാഹു എന്നിട്ട് അവരോട് സംഭാഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങളിനി ഇഷ്ടം പോലെ ജീവിച്ചോ, നിങ്ങളിനി എന്ത് തെറ്റും കുറ്റവും ചെയ്തോ? ചെയ്യൂല എന്ന് അള്ളാഹ്ക്ക് അറിയാം, റസൂലുള്ളാഹിക്കും അറിയാം, വിശ്വാസികളിൽ വിശ്വാസികളല്ലേ. പക്ഷെ അള്ളാഹ് പറയുന്നു നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. മനുഷ്യ സഹജമായി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വല്ല തെറ്റുകുറ്റങ്ങളും നിങ്ങളിൽ നിന്ന് വന്നാൽ തന്നെ ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മാപ്പാക്കിയിരിക്കുന്നു. വഫീ റിവായത്തിൻ ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, സ്വർഗം നിങ്ങൾക്ക് അനിവാര്യമായും സ്ഥിരപ്പെട്ടിരിക്കുന്നു, ഇനി അത് മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് എന്ത് തെറ്റും ചെയ്യാൻ ലൈസൻസ് ഉള്ളവരാണ് ബദരീങ്ങളെന്ന് റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ ഇതേ ഹാത്തബ് ഇബ്നു അബീ ബൽതഅത്തിന്റെ ഒരു അടിമ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാൻ, നബിയേ അയാൾ സ്വർഗത്തിൽ കടക്കൂല, അയാൾ സ്വർഗത്തിൽ കടക്കൂല, അയാൾ എന്നോട് ചെയ്യുന്ന ക്രൂരത തങ്ങൾ കാണേണ്ടതാണ്, വല്ലാത്ത മുടന്തനാണ് മുതലാളിന്ന് അടിമ ഒന്ന് പറയാ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, എന്താണോ നീ പറഞ്ഞത്? അയാൾ ബദരിയല്ലേ, ബദരിയായ ഒരാളും നരകത്തിൽ കടക്കുകയില്ല, സ്വർഗത്തിലെ അവർ പ്രവേശിക്കുകയുള്ളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗപ്രവേശം ഉറപ്പാക്കപ്പെട്ട ഒരു കൂട്ടർ
ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള വിശ്വാസികളായ 313 പേരും അവരിൽ ശുഹദാക്കളടക്കം സ്വർഗത്തിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതൊരു സംഘത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റിയത്? പോരാടിയവരെ കുറിച്ചില്ല, ഷഹീദായവരെ കുറിച്ച് പോലുമില്ല. ഷഹീദ് എന്നാൽ യുദ്ധക്കളത്ത് നിന്ന് കാഫറിന്റെ വെട്ടേറ്റ് മരിച്ച ഷഹീദ. ലക്ഷ്യം അയാളുടെ മനസ്സിന് മറ്റൊന്നാണെങ്കിൽ അയാൾക്ക് കൂലില്ല. നമ്മൾ ഷഹീദാന്ന് പറയുന്നേ ഉള്ളൂ. ബദരീങ്ങൾ അങ്ങനെയല്ല. വഹിയിറക്കുന്നു അല്ല അവർ സ്വർഗത്തിലാ എന്ന്. അങ്ങനെ പറയപ്പെടുന്ന സ്ഥാനമുള്ള എന്തു രാജ്യാന്തര കുറ്റവും പൊറുക്കപ്പെടുന്നതായി അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചിട്ടുള്ള റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ആദ്യ തലമുറ സ്വർഗസ്ഥരാണെന്ന് ഉറപ്പുള്ള തലമുറ. ആ തലമുറക്ക് അവർ നൽകിയിരുന്ന സ്ഥാനം എത്രയാണ്? അബൂബക്കർ സിദ്ദീഖ് നൽകിയ സ്ഥാനം എത്രയാണ്? ഉമർ നൽകിയ സ്ഥാനം എത്രയാണ്? സ്വഹാബികൾ നൽകിയ സ്ഥാനം എത്രയാണ്? ബദരി എന്ന് പറഞ്ഞാൽ അവരുടെ മകനാണെങ്കിൽ പോലും അവർ ബഹുമാനിക്കും. ഒരു ഹദീസ് വിവരിക്കുമ്പോ ഇയാള് ബദരീങ്ങളിൽപ്പെട്ട ഇന്നാളെ മാനാ, അയാൾ ഇന്നാളാ പറഞ്ഞ അയാളെ ബാപ്പ ബദരിയ, അയാളെ എളാപ്പ ബദരിയ, അയാളെ സഹോദരൻ ബദരിയ, ഒരാള് ബദരിയാ മതി. ബദറിൽ പങ്കെടുത്ത അഹ്ലു ബദർ, അതാ ബദരീങ്ങൾ. ആ ബദരീങ്ങൾ എന്ന് പറയുന്ന കൂട്ടക്കാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് കൊണ്ട് ഇബാദത്ത് ഈ ഭൂമിയിൽ ഉണ്ടായത് അവരെ കൊണ്ടാണ് എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചതുകൊണ്ട് ഇന്നും ഇബാദത്ത് അവരെ കൊണ്ടാണ്. അമേരിക്കക്കടക്കം സൈന്യത്തിന് പേടിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിം എന്ന സമുദായം ഇവിടെ നിൽക്കുന്നത് ബദരീങ്ങളെ കൊണ്ടാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് ഭീതി ജനിപ്പിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്ത് ഇവിടെ നിലനിൽക്കുന്നത് ബദരീങ്ങളെ കൊണ്ടാണ്. ലോകത്തെ ഏത് വർഗീയവാദികൾക്കും ഭയമുള്ളതായ ഒരു വലിയ സംഘം ഇവിടെ ജീവിക്കുന്നത് ബദരീങ്ങളെ കൊണ്ടാണ്. അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ നിൽക്കുന്നത് ബദരീങ്ങളെ കൊണ്ടാണെങ്കിൽ ആ ബദരീങ്ങളെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിതത്തിൽ മറ്റാരെ ഓർക്കാനുണ്ട്? രാജ്യത്ത് സേവനം ചെയ്ത ഒരാളെ നമ്മൾ എന്നും ഓർക്കില്ലേ? ഇവിടെ ഒരു സമുദായത്തിനും ലോകത്തിനും ഒരു സമൂഹത്തിനും ഭൂമിക്കും ആകാശത്തിനും മുഴുവൻ ബാധകമായ സേവനമാണ് അവരുടെ സേവനം. ആകാശം നിലനിൽക്കുന്നത് ബദരീങ്ങളെ കൊണ്ട്, ഭൂമി നിലനിന്നത് ബദരീങ്ങളെ കൊണ്ട്. കാരണം വിശ്വാസികളുണ്ടെങ്കിലേ ഭൂമി നിലനിൽക്കൂ. വിശ്വാസികളില്ലാത്ത കാലത്ത് ഭൂമി പെടക്കും, ഭൂകമ്പമുണ്ടാകും, ഖിയാമത്ത് സംഭവിക്കും. ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാനെ പറയുന്ന ഒരു മൂമിനുണ്ടോ ഖിയാമത്ത് സംഭവിക്കൂല, ലോകം മുഴുക്ക നശിക്കൂല. ഇവിടെ ലോകത്തെ ആളുകൾ അല്ലെങ്കിൽ നമ്മളെ തമ്മാടിത്വത്തിലൊക്കെ അള്ള നിലറിഞ്ഞിട്ട് വല്ലതും ചെയ്യണം. നമ്മൾ ഈ പ്രദേശത്ത് വയലാപ്പ് നടക്കുന്നത് നമ്മളെ നാടിന്റെ വിവിധ ഭാഗങ്ങളിലെ ഓരങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ കുടിക്കാനും മതിക്കാനും രസിക്കാനും വേണ്ടിയിട്ട് ഹറാമും തമ്മാടിത്വവും ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന കേന്ദ്രങ്ങൾ എത്രയാണ്? എന്തെല്ലാം കണക്കുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ച് അള്ളാന്റെ ഭൂമിന്റെ മുകളിൽ അള്ളാന്റെ ആകാശത്തിന്റെ കൂട്ടിൽ അള്ളാന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട് ഇത്രയും തോന്യാസങ്ങളുമായിട്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു താല ഈ തെറ്റുകുറ്റങ്ങൾക്കൊക്കെയും കുടിക്കുന്നത് ഇറങ്ങാനും അവർ ഉദ്ദേശിക്കുന്നതൊക്കെ നടത്താനും വ്യഭിചരിക്കാനും വരെ അള്ളാഹു താല സൗകര്യങ്ങളും ശഹുവത്തും കാമവും വികാരവും ഉദ്ധാരണവും ഒക്കെ നൽകുന്നില്ലേ? ചെറുതാണോ ഈ റഹ്മത്ത്? ഇതൊക്കെയും അള്ളാഹു നൽകിപ്പോരുന്നത് വിശ്വാസികൾ എന്ന ഒരു തലമുറ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ആ വിശ്വാസികൾ ഇവിടെ നിലനിൽക്കുന്നത് ബദരീങ്ങൾ എന്ന വിഭാഗത്തെ കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ലോകത്തെ നിലനിർത്തുന്നതിലും ലോകത്ത് ഖിയാമത്ത് സംഭവിക്കാത്തതിലും ലോകത്ത് അട്ടിമറി മൊത്തമായി നടക്കാത്തതിലും ലോകത്ത് ഭൂകമ്പാദി വിപത്തുകൾ ഒന്നായിട്ട് നടക്കാത്തതിലും ഏറ്റവും വലിയ പങ്ക് ഇസ്ലാമിനെ നിലനിർത്തുന്നതിൽ ബദരീങ്ങൾക്കുണ്ടെന്ന ചരിത്ര വായനയിൽ നമ്മൾ മനസ്സിലാക്കുക, പ്രമാണവായനയിൽ മനസ്സിലാക്കുക. അതുകൊണ്ടാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ബദരീകളെ മൗലിദ് ഓതുമ്പോ അതിന്റെ അവസാനത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഇതാണ്. ആ മൗലിദ് പാടില്ല, ഈ പ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന ആളുകളൊന്നും ഉണരട്ടെ. സമൂഹത്തിന് മൊത്തമായിട്ടുള്ള പ്രാർത്ഥന, എല്ലാ വിഭാഗത്തിനും കിട്ടേണ്ട പൊതുവായ പ്രാർത്ഥന. ബദർ മൗലൂദ് ഓതുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു സമൂഹം ആ മൗലിദിന്റെ അവസാനം നടത്തൂലേ? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വാഹിലിൽ ബദീരി യാ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ ഇതാ വസീലയാക്കുന്നു നിന്റെ മുമ്പിൽ, എല്ലാ വിശ്വാസികളെയും വസീലയാക്കുന്നു, നിന്റെ നാമം മാധ്യമമാക്കുന്നു, എല്ലാ യോദ്ധാക്കളെയും മാധ്യമമാക്കുന്നു, ബദരീങ്ങളെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ വസീലയാക്കുന്നു. വസീലയാക്കിയിട്ട് എന്താ ചോദിക്കുന്നത്? ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ഈ ലോകോത്തര സമൂഹത്തെ, സമുദായത്തെ മൊത്തം നീ രക്ഷപ്പെടുത്തല്ല. ആപത്തുകളെ തൊട്ട് രക്ഷപ്പെടുത്ത്,
ശത്രുവിന്റെ പീഡനങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്ത്, മനസ്താപത്തെ തൊട്ട് രക്ഷപ്പെടുത്ത്, മനസ്സിലെ ബേജാറും തണുപ്പും ശാന്തതയും മന്ദതയും ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് രക്ഷപ്പെടുത്ത്, ആപത്തുകളെ തൊട്ടൊക്കെ രക്ഷപ്പെടുത്ത്. ഇലാഹി നജ്ജിനാ വക്ശിഫ് ജമീഅ അദിയത്തിൻ വസ്രിഫ് മകായിദൽ ഇദാ വൽതുഫ് ബിഅഖിലിൽ ബദീർ യാ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മുഴുവൻ നീ രക്ഷപ്പെടുത്ത്. ഞങ്ങളിറങ്ങുന്ന എല്ലാ ഉപദ്രവങ്ങളെയും മുസീബത്തുകളെയും രക്ഷപ്പെടുത്ത്. ശത്രുക്കളാൽ വരുന്ന എല്ലാ കൊടുഞ്ചതികളെയും ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയ്. ഞങ്ങൾക്ക് റഹ്മത്ത് കൊണ്ട് നീ നോക്ക്, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്. ഇലാഹി നഫ്സിൽ ഖുറബ عن العصين والعطبا وكل بلية ووبا بأهل البدير يا الله. മനോവേദനകളൊക്കെയും നീ ആശ്വാസം നൽകി. പാപികളായിട്ടുള്ള ആളുകൾക്ക് പാപത്തെ ചൊല്ലിയുള്ള ധർമ്മസങ്കടങ്ങളൊക്കെയും നീ നീക്ക്. ഞങ്ങളിലുള്ള നാശങ്ങളൊക്കെയും നീ നീക്ക്. ഞങ്ങളിലുള്ള കെടുതിയുടെ പരീക്ഷണങ്ങളൊക്കെയും നീക്ക്. വബ എന്ന തരത്തിൽ വരുന്ന ഏതുതരം വസൂരിയും ഏതുതരം അതിസാരവും ഏതുതരം ചിക്കുൻകുനിയയും ഏതുതരം പകർച്ചപ്പനികളും ലോകത്ത് കാരണം തിരിയാത്ത എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളൊക്കെയും നീ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് കാക്ക്. ഫകം മിൻ ഹിമ്യത്തിൻ ഹസലത്ത് വകം മിൻ ദുല്ലത്തിൻ ഫുസിലത്ത് വകം മിൻ നിഅമത്തിൻ വസലത്ത് ബിഅഹ്ലിൽ ബദീർ യാ അല്ലാഹ്. എത്രയെത്ര കാവലുകളാണ് ബദരീങ്ങളെ കൊണ്ട് സമുദായത്തിന് കിട്ടിയിട്ടുള്ളത്. എത്രയെത്ര പതിത്വങ്ങളും നിന്ദതകളുമാണ് ഈ സമുദായത്തെ തൊട്ട് അകറ്റപ്പെട്ടിട്ടുള്ളത്. എത്രയെത്ര നിയമത്തുകളും അനുഗ്രഹങ്ങളുമാണ് ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് ഈ സമൂഹത്തിന് വന്നെത്തിയിട്ടുള്ളത്. വകം അഗ്നൈതൽ ഉസ്രി വകം മൗലൈതൽ ഫഖരി വകം ആഫൈതൽ വിസ്രി ബിഅഹ്ലിൽ ബദീർ യാ അല്ലാഹ്. ഞെരുക്കക്കാരും തുടക്കക്കാരുമായ ആളുകൾക്ക് എത്രയാണ് നീ ഐശ്വര്യവും ബറക്കത്തും നൽകിയിട്ടുള്ളത്. ദരിദ്രന്മാരായ ആളുകൾക്ക് എത്രയാണ് നീ മുതലാളിമാരാക്കിയിട്ടും കഴിവുള്ളവരാക്കിയിട്ടും അവരെ രക്ഷപ്പെടുത്തിയത്. എന്തൊക്കെ കുറ്റവും ഭാരവുമുള്ള ആളുകൾക്ക് ശാരീരികമായും സാമ്പത്തികമായും നീ എത്ര സൗഖ്യമാണ് നൽകിയിട്ടുള്ളത്. لقلاقت على القلب جميع الأرض مرحبي فأنج من البلاء الصعب بأهل البدير يا الله. മനസ്സ് തിടുങ്ങിപ്പോയേ. ഈ ഭൂമി പ്രവിശാലമാണെങ്കിലും ജീവിക്കാൻ പറ്റാത്ത വിധം മനസ്സ് ഇടുങ്ങിപ്പോയി. അതുകൊണ്ട് പല മുസീബത്തുകളിൽ നിന്നും മനസ്സിനെ പീഡിപ്പിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക അല്ലാഹ് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് എന്ന് അള്ളാഹുവിനോട് തപസ്സു ചെയ്ത് പ്രാർത്ഥിക്കുന്ന കൊണ്ട് ബദരീങ്ങളുടെ മൗലിദ് അവസാനിക്കുമ്പോ ഈ പാരമ്പര്യം സമൂഹത്തിന് ഇല്ലാതെ പോകുമ്പോ പരീക്ഷണങ്ങൾ വരികയല്ലേ. ഒരു കൂട്ടം സത്യവിശ്വാസികൾ പള്ളികളിലോ വീടുകളിലോ ഓരങ്ങളിലോ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവരുടെ വീട്ടിലും കുടുംബത്തിലും അവരുടെ ശരീരത്തിലും മാത്രമല്ല ഈ മൊത്തം സമുദായത്തിനാണ് അതിന്റെ നേട്ടം കിട്ടുന്നത്. അതാണ് എതിരാളികൾ തടയുന്നത്. അതിനാണ് തടസ്സം സൃഷ്ടിക്കുന്നത്. അതിനാണ് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ഇത്തരം നല്ല കർമ്മങ്ങളെയും സദാചാരങ്ങളെയും അവിശ്വാസികളെ പോലെ അവരെ വെല്ലുന്ന വിധം എതിർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ ഹക്കു കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ.